മറ്റ് പ്രാർത്ഥന രൂപങ്ങളും ഉടമ്പടിയും തമ്മിലുള്ള ഇഫക്ട്സുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മക്കളില്ലാത്തവർ, അവർക്ക് 7 കൊല്ലമായപ്പോൾ മക്കളെ കിട്ടി. അപ്പം ഞങ്ങൾ ആ സാക്ഷി ഇവിടെ പറയിപ്പിച്ചില്ല. പ്രഭു അച്ഛനാണത് നോട്ട് ചെയ്തത്. പ്രഭു അച്ഛൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആൾക്കാരുടെ മക്കളുണ്ടായതൊക്കെ പറഞ്ഞൊന്നും അച്ഛൻ വിശ്വസിക്കത്തില്ല. പെട്ടെന്ന് അച്ഛൻ ചോദിച്ച്, നിങ്ങൾ ഇവിടെ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എന്ന് ചോദിച്ച്. അപ്പം നോക്കിയപ്പോൾ അവർ 8 സ്ഥലത്ത് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അത് മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉടമ്പടി സാക്ഷ്യമല്ല. ഉടമ്പടിയിലൂടെ ആയിരിക്കും മാതാവ് ചിലപ്പോൾ അവരെ സഹായിച്ചത്. പക്ഷേ അവർ വേറെ പല സ്ഥലത്തും ഇതുപോലെ ഓരോ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളത് സാക്ഷ്യത്തിൻ്റെ കൂടെ പെടുത്തത്തില്ല. കാര്യം നമുക്ക് കൺഫ്യൂഷനാണ്. കാര്യം ഉടമ്പടിയും ഒരു നൊവേനയും തമ്മിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഉടമ്പടിയും ചെയ്യും, ഇപ്പോൾ എവിടുന്നല്ല അവിടെ പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി നൊവേനയും നടത്തും. ഇങ്ങനെ കറക്ക ക്രിസ്ത്യാനിയെ ഞങ്ങളിവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം എന്താ? ഇത് ദൈവമായിട്ടൊരു ഉടമ്പടിയാണ്. ഉടമ്പടി എടുത്താൽ ഉടമ്പടി അവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവർ മര്യാദക്ക് അതിൽ തന്നെ ഫോളോ ചെയ്ത് പോരും. കാര്യം ഇത് നെവർ എ പ്രെയർ ഫോം, ഒരു പ്രാർത്ഥനാ ഫോം അല്ല ഇത്. ഇതെന്താണ്? ദൈവം ഒരു കക്ഷി, നീ ഒരു കക്ഷി അല്ലേ? ദൈവവും നീയും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ് ഉടമ്പടി. ആ ഉടമ്പടി വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഓരോരോ തീർത്ഥാടന സ്ഥലത്തൊക്കെ പോയി ഓരോരോ പരിപാടി ചെയ്ത് വെക്കത്തില്ല. അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു ഫിഡലിറ്റിയുടെ വിഷയമാണിത്, വിശ്വസ്തതയുടെ. ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ പിന്നെയും നിങ്ങൾക്ക് സംശയമുണ്ട്, അതിലെന്താ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി അന്തോനീസിൻ്റെ അടുത്തും പോവും, യൂദാസിൻ്റെ അടുത്തും പോവും. എവിടെയെല്ലാം പോയി തൊട്ട് നക്കാം അവിടെയൊക്കെ തൊട്ട് നക്കി. ഈ തൊട്ട് നക്കി നടക്കുന്ന കക്ഷികൾ ദയവായിട്ട് ഉടമ്പടി ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാര്യത്തിൽ നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഉടമ്പടി നിങ്ങൾ ഓർക്കണം, അതുപോലെ ഒരു പ്രാർത്ഥനാ രൂപമാണ്. ഇറ്റ്സ് നോട്ട് എ പ്രെയർ ഫോം അറ്റ് ഓൾ. എന്താ കാര്യം? ഇതൊരു പ്രാർത്ഥനാ രൂപമല്ല. ഇതെന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതി ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച പ്രാർത്ഥനാ രൂപമല്ല ഇത്. ഇതിൻ്റെ പ്രൈമറി ഇനിഷ്യേറ്റീവ് ആരാണ്? ഉടമ്പടിയുടെ പ്രൈമറി ഇനിഷ്യേറ്റീവ്, പ്രാഥമിക പ്രയോക്താവ് ആരാണത്? ദൈവമല്ലേ? എവിടെയെല്ലാം ഉടമ്പടി തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവമാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. ദൈവം മുൻകൈ എടുത്ത വേറെ ഒരു പ്രാർത്ഥനയുള്ള കുർബാന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അതൊരു ഉടമ്പടിയാണ്. ദൈവം മുൻകൈ എടുത്ത് ചെയ്ത ഈ മരിയൻ ഉടമ്പടിയല്ല, അത് വേറെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണത്? അത് പരിശുദ്ധ കുർബാനയാണ്. അതൊരു ഉടമ്പടിയാണ്. അത് നിത്യതയെ ബാധിക്കുന്ന ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി ഭൗതികമായ വിഷയങ്ങളെ കൂടുതൽ ഉന്നമനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത് ഭൗതികമായ ഉന്നമനത്തെ അല്ല അത് ഫോക്കസ് ചെയ്യണത്. പിന്നെന്താണ്? നിത്യതയാണ് ഫോക്കസ് ചെയ്യണത്. തമ്മിൽ മനസ്സിലാക്കണം. പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു അത് ഞാൻ എപ്പോഴും പറയും. അതുപോലല്ല ഈ അപ്പം. അപ്പം ഭൗതികമല്ല എന്നർത്ഥം ഉറപ്പല്ലേ? ഉറപ്പല്ലേ? കുർബാന ഭൗതികമല്ലെന്ന് ഉറപ്പല്ലേ? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം. Read the vertical. Sudhikada hallelujah. അധ്യായം 49 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കുർബാനയുടെ ഒരു വാക്കാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49-ാമത്തെ തിരുവചനം. റീഡ് ഇറ്റ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും അതായത് എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധ കുർബാനയെ നമ്മൾ IELTS പാസ്സാക്കാനും വസ്തു വയ്ക്കാനും ഒക്കെ ദുർവിനിയോഗം ചെയ്യരുതെന്ന സൂചനയാണ്.
അത് നടക്കത്തില്ല എന്നല്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതിനെ റഷ് ചെയ്യുമ്പോൾ, കുർബാന അനുദിന ജീവിതത്തിന് വേണ്ടി മാത്രം കുർബാനയെ റഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം, കുർബാനയുടെ അൾട്ടിമേറ്റ് എയിം യു വിൽ മിസ് ഇറ്റ്. കുർബാനയുടെ ഉദ്ദേശം എന്താണ്? നിത്യതയാണ്. ഇപ്പം അത് ഉടമ്പടിയാണ്. ഉടമ്പടി എപ്പോഴും വരണത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉടമ്പടി നമ്മൾ ചെയ്യണത്. ഉടമ്പടി എന്ന് പറയുന്നത് എന്താ? കഴിഞ്ഞ ദിവസങ്ങളിലെ ഷിക്കാഗോയിൽ നിന്ന്, ഇപ്പോൾ ആലപ്പുഴക്കാരതിയാണ്, അവർ ഷിക്കാഗോയിൽ നേഴ്സാണ്. അവർ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു, മഞ്ജു ഫ്രാങ്ക്ലിൻ. അവർ പറയണത് ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. ഞാൻ ആകപ്പാട് ശരിക്കും ഞെട്ടിപ്പോയി. എല്ലാവരും മക്കളെ കിട്ടി, ജോലി കിട്ടി എന്നൊക്കെയാണ് പറയണത്. മക്കളെ കിട്ടി, ജോലി കിട്ടി, കടങ്ങൾ മാറി. കഴിഞ്ഞ ദിവസങ്ങളൊരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞത്, മേരി പാല, അവർക്ക് 3 കോടി രൂപ കടവാണ്. 3 കോടി രൂപ കടവാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു പിടിയില്ല. ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇപ്പോഴേ എമർജൻസി കേസെല്ലാം എടുക്കുന്നുണ്ടല്ലോ. എമർജൻസി ആയാൽ മതി, അതിൻ്റെ രേഖ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ നിങ്ങളെ വിളിച്ച് സംസാരിക്കും. പണ്ടങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പണ്ട് ഉടമ്പടി 3 പുതുക്കിയിട്ട് ഉടമ്പടി തന്നെയാണ് അവർ നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ അവരെ വിളിക്കത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഉടമ്പടി ഇന്നാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്, പക്ഷേ വിഷയം നിങ്ങളുടേത് ഭയങ്കര ഗൗരവമുള്ളതാണെങ്കിൽ നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അപ്പം വിളിപ്പിക്കും. പക്ഷേ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കരുതിയേക്കണം. കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, എന്ത് ഡ്രാസ്റ്റിക് കണ്ടീഷനാണ് നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ഡോക്യുമെൻ്റ് കരുതണം. ആ ഡോക്യുമെൻ്റ് ഓഫീസിൽ കാണിച്ചാൽ പിന്നെ തർക്കിക്കേണ്ട, വിശദീകരിക്കേണ്ട, കരയേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർ കരഞ്ഞൊക്കെ പറയും. അങ്ങനെ കരേണ്ട ആവശ്യമില്ല. എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ കരയേണ്ടത്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കാണിക്കുക. ഇത് ജപ്തി നടപടി ഇതാണ് അടുത്ത ആഴ്ച ഓപ്പറേഷനാണ്, മറ്റൊന്ന് സ്കാനിങ് ആണ്. മറ്റൊന്ന് സ്കാനിങ് ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒറ്റ പ്രാർത്ഥന കഴിയുമ്പോൾ സ്കാൻ കാണത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായത്, അവരുടെ സാക്ഷ്യം നെയ്യാറ്റിൻകര റീന എന്നവരുത്താണ്. അവരുടെ ഭർത്താവ് ഇങ്ങനെ ചെരിഞ്ഞ് പോകും. പെട്ടെന്ന് സംഭവിക്കണം, ചെരിഞ്ഞ് പോകും. അപ്പോൾ ഇവരെ കൊണ്ട് CT സ്കാൻ ചെയ്തപ്പോൾ ഇവരുടെ ബ്രെയിനിൻ്റെ അകത്തൊരു മുഴ സിസ്റ്റം വളർന്നു വരികയാണ്. അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരലൈസ് ആവും. അപ്പോൾ റിസ്ക്കിയാണ്. എത്ര നാളിങ്ങനെ കിടക്കുമെന്ന് അറിയത്തില്ല. ഈ ഇതുപോലെയൊക്കെ വെൻറ്റിലേറ്ററിലൊക്കെ കിടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര പേടി, സങ്കടമൊക്കെയായി. കാര്യം 10-8 ലക്ഷമൊക്കെ രൂപ മുടക്കിയാലേ ആളെ കിട്ടിയാൽ എങ്ങനെ എത്ര കാലം കഴിയുമ്പോഴൊക്കെ ജോലിക്ക് പോകാൻ പറ്റും? ഇന്ന് ജോലിക്ക് പോകാൻ തന്നെ പറ്റുമോ? അവരുടെ മനസ്സിൽ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാലെങ്കിലും മതി. ഭർത്താവ് ആളെ ജോലിക്ക് പോയില്ലെങ്കിൽ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാലെങ്കിലും മതി എന്ന രീതിയിൽ ആ അവസ്ഥയിലേക്ക് വരുന്നതാണ്. പക്ഷേ ഒറ്റ പ്രേയർ കൊണ്ട് 2 CT സ്കാൻ കാണുമ്പോൾ ആ മുഴ അവിടെ ഉണ്ട്. അതിന് ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു. പക്ഷെ ഉടമ്പടി എടുത്ത് ഒരു പ്രേയർ കയ്യൊപ്പ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നീട് പോയി ഓപ്പറേഷന് മുമ്പ് MRI എടുക്കുമ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല. ഇത്രയും സ്പീഡായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ആ സാക്ഷി കിടക്കുന്നുണ്ട്, വായിച്ചാൽ റീന, അവർ നെയ്യാറ്റിൻകര എന്നുള്ള സാക്ഷിയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ മേരി ചേച്ചി ഈ മാസം തന്നെ സാക്ഷ്യം പറഞ്ഞ ആളാണ്. ഏത് മാസം? ഇത് ജൂൺ മാസം. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ തന്നെയാണ് മേരി ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. അവർക്ക് 3 കോടി കടവാണ്. 3 കോടി കടമെന്ന് വെച്ചാൽ ഏത് കാലത്ത് കൊടുത്തും എങ്ങനെ കൊടുക്കും ഒരു പിടിയില്ല. കാര്യം ഇവർ ഹോസ്റ്റൽ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. കുറേ ബെഡുകളൊക്കെ ഉള്ള ഹോസ്റ്റലാണ്. പക്ഷേ ഈ കൊറോണ വന്നതോടുകൂടിയേ കുറേ ആൾക്കാരെ കൊണ്ടുപോയി, കുറേ ജീവിതം കൊണ്ടുപോയി. ശരിക്കും അതുപോലെ കൊണ്ടുപോയ ഒരാളാണ്. ഇത് കഴിഞ്ഞപ്പോൾ കടത്തമേൽ കടവും അതിൻ്റെ പലിശയും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവർക്ക് ഭ്രാന്ത് പിടിക്കണ പോലെയാണ്. പക്ഷെ അവരെ പെട്ടെന്ന് ഞാൻ വിളിച്ചു. ഉടമ്പടി പുതുക്കിയ ഉടനെ കണ്ടു. അപ്പോൾ ഞാൻ ചേച്ചി ചോദിച്ചത്, ചേച്ചി എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സ്ഥലമൊക്കെ വിൽക്കാനുണ്ട്, പക്ഷേ വിൽക്കാൻ പറ്റണില്ല. ഇപ്പോഴും വിൽപ്പന കുറവാണല്ലോ. പണ്ടത്തെ പോലെ ഒരു ഓട്ടം ഇല്ല. കാര്യം മോഡി ചേട്ടൻ കയറി ക്ലിക്കിന് പിടിക്കണ കാരണമേ ആൾക്കാർക്ക് എവിടെയെങ്കിലും ഇപ്പം ED വരെ ഉണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണവർ ആരാണ് സ്ഥലം വാങ്ങിക്കണത്, കൂടുതൽ വാങ്ങിക്കണത്, അവിടെ സോഴ്സ് ഉടനെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക് സെൻഡിങ് ആണ് ഡൽഹിയിലോട്ട്, ED ഓഫീസിലോട്ട്.
അതായത് ഇപ്പം ജെന്യുവിൻ സോഴ്സ് അല്ലെങ്കിൽ, ഇനി അതാണെങ്കിൽ പോലും ഗവൺമെൻറ് പറയും നിങ്ങളെ സ്ഥലം വിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന് പകരം വേറെ സ്ഥലം വാങ്ങിക്കാൻ പറയും. വിറ്റ ആൾക്കാർ തന്നെ വാങ്ങിക്കാൻ പറയും, കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ പറയും. 2 സ്ഥലത്തേക്കും. ഇക്കണോമി നാഷണൽ ബേസ്ഡ് കൺട്രോൾഡാണ് ശരിക്കും. അത് നിങ്ങളെ പഴയ ഇക്കോണമി പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മളതിൻ്റെ അകത്ത് ഗുണവും ദോഷം പറയുകയല്ല, നാഷണൽ ബേസ്ഡ് ഇക്കോണമി കൺട്രോൾഡാണ്. അത് പണ്ടത്തെ കുത്തഴിഞ്ഞ ഒരു പോക്കും ഇപ്പോഴത്തെ നോക്കുമ്പോൾ മനസ്സിലാകും നമുക്കത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി എല്ലാം ബ്ലോക്കുണ്ട് ശരിക്കും. കുറേ ആൾക്കാർ കുരുങ്ങിയിട്ടുണ്ട്, അത് സത്യമായ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്നത് ചെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ല. മറ്റൊക്കെ ഇങ്ങനെ ഊഹക്കച്ചവടം മാറി മാറി ആരും എടുക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വാൻസ് കൊടുത്ത് കളിക്കല്ലേ. പ്രമാണം എഴുതത്തില്ല, അഡ്വാൻസ് കൊടുത്ത് ആൾക്കാരിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. ഭൂമി അവിടെ കിടക്കും. ഒരു കാലത്ത് ഡോക്യുമെൻറ്റേഷൻ നടക്കത്തില്ല, കാശ് മാത്രം കൈമാറിക്കൊണ്ടിരിക്കും. ഗവൺമെൻറ് 5 പൈസ കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്, ഈ രീതിയിലേക്ക് ആയിപ്പോയത്. അപ്പോൾ ഞാൻ ചേച്ചി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അത് വിറ്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത് മുന്നോട്ട് ഹോസ്റ്റൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, വിറ്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊന്നും അറിയാൻ പാടില്ല അച്ഛൻ പറയുമെന്ന് പറയും. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴൊക്കെ പരിശുദ്ധാത്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിറ്റ് കളയണം എന്നാണ് പറയണത്. അപ്പോൾ ഞാനൊരു കാശൂരം എടുത്തിട്ട് ഈശോ എടുത്ത് വെച്ച് അമ്മയെടുത്ത് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഇത് വിറ്റ് കളയണം. ഈ കാര്യം എന്താ വെച്ചാൽ ഇവരുടെ പ്രായം ഇത്തിരി മോശമാണ്. ഇവർ ജോലി എടുക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഈ ബുദ്ധിയോടും ശക്തിയോടും കൂടിയൊക്കെ എല്ലായിടത്തും നമുക്കൊരു 10 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം ഓട്ടം ഓടണം, എന്തുമാത്രം യാത്ര ചെയ്യണം, എന്തുമാത്രം ഓർമ്മ വേണം, എന്തുമാത്രം കാര്യങ്ങൾ യൂത്ത് അല്ലെങ്കിൽ ഒരു 10, 40, 45 വയസ്സ് വരെയൊക്കെ ഫ്ലോ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. ഒരു ബ്ലോക്ക് വന്നിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഈ ചേച്ചിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി നല്ലത് വിറ്റ് കളയാണ് നല്ലതെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അത് വിറ്റ് കളയട്ടെ, അല്ലെങ്കിൽ ആച്ചി എടുത്ത് ജീവിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2-3 കൊല്ലം ഇത് വിൽക്കാതെ ഇരുന്ന സാധനം ആ കാശും കൊണ്ട് വിശ്വാസ പ്രമാണം ചില പ്ലേസ് ചെയ്ത് 2 ആഴ്ചക്കുള്ളിൽ അത് വിറ്റ് മാറുക തന്നെയല്ല, വീട് സ്ഥലവും ഹോസ്റ്റലും മൊത്തം വിറ്റിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്, കടങ്ങളെല്ലാം മാറിയിട്ട് പുതിയൊരു വീട് ആ വാർഡിൽ തന്നെ മേടിക്കുകയാണ്. ആ വാർഡിൽ തന്നെ നാട്ടിൽ നിന്ന് പോകുന്നില്ല, ആ നാട്ടിൽ തന്നെ ആ വാർഡിൽ തന്നെ പുതിയൊരു വീട് സ്ഥലവും മേടിച്ച് കടവും പരിഹരിച്ച് ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടന്ന സംഭവമായിട്ട് നോക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിലെന്ന് വേണേൽ പറയാം. അത്രയും സ്പീഡാണ് ഉടമ്പടിയുടെ ഒരു രീതി. അതാണ്. ഇതൊരു നൊവേന പ്രാർത്ഥനയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രാർത്ഥനയോ അല്ല, ഇതൊരു ഒരു പദ്ധതിയാണ്. ഇതിനകത്ത് വരുന്ന ഒരു കക്ഷി ദൈവമാണ്, കക്ഷിയാണിത് വരണത്. അല്ലാതെ നമ്മളിങ്ങനെ സിംഗിൾ എഡ്ജായിട്ട് പ്രാർത്ഥിച്ച് വിടുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ അല്ല. നമുക്ക് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗംഭീരമാണ്. ഗംഭീരത്തിൻ്റെ മേജറായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ മേജർ മല ഇങ്ങനെ ചിറക് വെച്ച് പറന്നു പോണ പോലെയൊക്കെ നമുക്ക് തോന്നും. മലയാണ് ഇരിക്കണത്, പക്ഷേ സാധനപ്പത്തിന് ചിറക് പിടിപ്പിച്ചിട്ട് ഈ സാധനം ലിഫ്റ്റ് ചെയ്ത് പോണ പോലെ തോന്നും. അത്രയ്ക്ക് പെട്ടെന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഉടമ്പടിയുടെ കാര്യം ഇത് ഒരു വശത്ത് നിൽക്കുന്ന ദൈവമായത് കൊണ്ടാണ്. മാതാവിനെ പരിശുദ്ധാത്മാവ് നൽകിയ മാതാവിനെ നമ്മൾ കുറേ പേര് ഒക്കെ പറഞ്ഞു വിളിക്കത്തില്ലേ, എല്ലാം സത്യമായ പേരുകളാണ്. ഒരു പേരെന്താണ്? ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. അതാണ് ഇത് ഇടിവെട്ട് സാധനം. ബോധജ്ഞാനം എന്ന് വെച്ചാൽ നിൻ്റെ കുടുംബം, നിൻ്റെ കുഞ്ഞുങ്ങൾ, നിൻ്റെ ഭാവി എല്ലാം രക്ഷപ്പെടുത്താനുള്ള ബോധജ്ഞാനം ഇവർക്കുണ്ട്. ഇവിടെ ബോധജ്ഞാനം ഉണ്ടാകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബോധജ്ഞാനം എല്ലാവർക്കും ഉണ്ട്, അതിനൊരു സംശയമില്ല. പക്ഷെ ബോധജ്ഞാനം ഉണ്ടാകുന്നതിനേക്കാളുപരി ഈ ബോധജ്ഞാനം പ്രവർത്തിക്കാനുള്ളൊരു ഫോർമാറ്റില്ലേ, അവിടെയാണ് മേരി നമ്മളെക്കൊന്ന് വ്യത്യസ്തയാകണത്. അതുകൊണ്ട് ഇപ്പോൾ അമ്മയെ കാണുമ്പോൾ എന്താ മാലാഖ പറഞ്ഞത്? അമ്മയെ കാണുമ്പോഴേ മാലാഖ എന്താ പറഞ്ഞത്? കമൻറ്റ് ചെയ്യണേ എന്താ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അതാണ്. ഇപ്പം ലുക്ക 1:28 ഇടിവെട്ട് വചനമാണ്. ലുക്ക 1:28 ഒന്ന് പറഞ്ഞ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അത് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ദൈവത്തിന് ഫസ്റ്റ് സല്യൂട്ടേഷനാണ് കർത്താവ് നിന്നോട് കൂടെ എന്നുള്ളത്. ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇത് വളരെ, അതായത് രണ്ട് കാര്യങ്ങൾ. ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന, ഇപ്പോൾ പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രിക്ക് മുമ്പുള്ള അവസ്ഥയല്ലേ. ഡിഗ്രിക്ക് മുമ്പുള്ള BA-ക്ക് മുമ്പ് അല്ലെങ്കിൽ BSc-ക്ക് മുമ്പാണ് പ്രീ ഡിഗ്രി ആയിട്ട് വരാൻ. ഡിഗ്രിക്ക് മുമ്പുള്ള ഒരു പഠനമാണ്. ഇതുപോലെ ഉടമ്പടിക്ക് മുമ്പുള്ള ഒരു പ്രീ സ്റ്റേറ്റ് ഉണ്ട്. അതെന്താണ്? അത് പ്രസാദാത്മകമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുമ്പസാരിച്ചിട്ട് നിങ്ങൾ ഉടമ്പടി തുടങ്ങണമെന്നൊക്കെ കത്തോലിക്കരോട് പറയണത്. ചില ആൾക്കാർക്ക് കുമ്പസാരിക്കാതെ തന്നെ അങ്ങോട്ട് തുടങ്ങും. മനസ്സിലായില്ല? ഞങ്ങൾ പറയുന്നത് പ്രീ സ്റ്റേറ്റ് ഉണ്ടാണ് അതിന്. അതായത് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു പ്രീ സ്റ്റേറ്റ് വേണം. എന്താണ്? അത് പ്രസാദകരമായ ഒരവസ്ഥയാണ്. പാപങ്ങളെക്കുറിച്ചൊക്കെ പശ്ചാത്തപിച്ചു, മേലിൽ പാപം ചെയ്യില്ല എന്നൊക്കെ തീരുമാനിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ദൈവ പദ്ധതി നടപ്പിൽ വരുത്താനും ഒരു ദൈവ പൈതലായിട്ട് നീ അങ്ങോട്ട് ഒരുങ്ങുകയാണ്. ആ ഒരുക്കം ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കേണ്ടതാണ്. അമ്മയ്ക്ക് ആ ഒരുക്കം ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാലാഖ വന്നിട്ട് പറയണത് എന്താണ്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. പിന്നെ എന്താണ്? കർത്താവ് നിന്നോട്. പ്രസൻസ്. കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയണത് നമ്മൾ അമ്മയെ വിളിക്കണ ഒരു വേറൊരു പേരാണ്. എന്താണ്? വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കണ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടം എന്നാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. അതുപോലെ തന്നെ വിളിക്കുന്ന പേരാണ് വാഗ്ദാന പേടകമേ. വാഗ്ദാന പേടകത്തിൽ എന്താ ഉള്ളത്? പഴയ വാഗ്ദാനങ്ങളുടെ ഒരു പേടകമാണ്. മറിയം ആരാണെന്നാണ് പറയണത്? വാഗ്ദാനങ്ങളുടെ ഒരു പെട്ടി, പേടകമാണ്. വാഗ്ദാനങ്ങളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു മനുഷ്യനെ അവൻ്റെ ഫിസിക്കാലിറ്റിയും സ്പിരിച്വാലിറ്റിയും അവൻ്റെ ഈ ഇറ്റേണിറ്റി, അവൻ്റെ ടെമ്പറലായിട്ടുള്ള ഭൗതികമായ ജീവിതവും അവൻ്റെ നിത്യജീവിതവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സൊല്യൂഷനാണ് വാഗ്ദാനമെന്ന് പറയണത്. പിടികിട്ടിയ? വാഗ്ദാനമെന്ന് പറയണത് ദൈവം തരുന്ന ദേശത്ത് പെറ്റുപെരുകി വിശ്വസ്തയോടെ അഭിവൃദ്ധിയോട് ജീവിക്കാനുള്ള ആധ്യാത്മികവും ഭൗതികവുമായ സംവിധാനത്തിനാണ് ഉടമ്പടി എന്ന് പറയണത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് പറയും എന്താണ്? ശാരീരികമായ ചില മതങ്ങളിലൊക്കെ ശാരീരികമായ കുറേ എക്സർസൈസൊക്കെ ഇല്ലേ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയും ഇതൊക്കെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇല്ലെന്നൊന്നും ബൈബിൾ പറയത്തില്ല. ഒരു ഫിസിക്കൽ എക്സർസൈസ് എന്ന രീതി ബൈബിളിൽ ഇതുകൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. 1 തിമോത്തി 4 ഒന്ന് വായിച്ചോളൂ. ശാരീരികമായ പരിശീലനം കൊണ്ട് ഏറ്റു പറയുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. ക്ലിയർ. അതായത് നോക്കിയേ, അതായത് ശാരീരിക, അപ്പം ചില പ്രാർത്ഥനാ രീതികളൊക്കെ കാണുമ്പോൾ അത് ശാരീരികമായ പ്രയോജനം രീതികൾ കൊണ്ട്, ആ രീതികൾ ശാരീരികമായ കുറച്ച് പ്രയോജനമുണ്ട്. അത് തെറ്റല്ല, ശരിയായ കാര്യമാണ്. മനുഷ്യൻ്റെ ഭൗതികമായ എക്സസൈസും അതുപോലെ തന്നെയുള്ള അതിൻ്റെ ആയുസ്സും ഒക്കെ ആയിട്ട് കുറേയധികം ബന്ധമുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ ഇതിനെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. വചനത്തിൻ്റെ റൂട്ടതാണ്. എന്നാൽ ഇത് ആത്മീയതയല്ല, അത് എക്സർസൈസാണെന്നാണ് പറയണത്. എക്സർസൈസ് ആർക്ക് വേണം ചെയ്യാമല്ലോ. എന്നാൽ അടുത്ത വായിച്ചേ. ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. ഒന്ന് ഏറ്റു പറഞ്ഞേ. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. 1 തിമോത്തി 4:8 അടുത്ത വചനം വായിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് ഏറ്റു പറയുക. അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് വരുന്ന വിഷയം കണ്ട 1 തിമോത്തി 4:8 ശാരീരികമായ എക്സസൈസുകളുണ്ട്, കുറച്ച് ഗുണങ്ങളുണ്ട്. അത് ശാരീരികമായ ഫിസിക്കലായിട്ടുള്ള ആനുകൂല്യങ്ങളാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. അവിടെയാണ് പ്രശ്നം തന്നെ. അത് ആത്മീയതയല്ല, ഗോൾഡിനെസ് അല്ല. പിന്നെ എന്താണ് ഗോൾഡിനെസ് എന്ന് പറയണത്? ആധ്യാത്മികത എന്ന് പറയണത് എന്താണ്? ആധ്യാത്മികത ഇതിനേക്കാൾ ഉന്നതമാണ്. അപ്പോഴെന്താ സംഭവിച്ചാൽ ഈ ജീവിതത്തിനാണെങ്കിലും
വരാനിരിക്കുന്ന ജീവിതത്തിനാണെങ്കിലും ഇതിൻ്റെ മേൽഗതിക്ക് വേണ്ടത് എന്താണ്? വാഗ്ദാനമാണ്. ഇവിടുത്തെ പോയിന്റ് പിടിക്കുക. ഈ ജീവിതത്തിന് വേണ്ടി ആണെങ്കിലും വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടിയാണെങ്കിലും നമുക്ക് വേണ്ടത് എന്താണ്? വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാഗ്ദാനമാണ് ഉടമ്പടിയിലൂടെ കരഗതമാകുന്നത്. ഇതാണ് എൻ്റെ അത് വരുന്ന വിഷയം. ഉടമ്പടിക്ക് നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? ഈശോമിശ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അപ്പോൾ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ യോഗ്യരാകാൻ വേണ്ടി ദൈവം മാധ്യസ്ഥയായി വെച്ചിരിക്കുന്നത് പരിശുദ്ധ ആയിരിക്കുന്നത് ഈ കാനായിലെ കല്യാണത്തിലെ ആശയ പരിസരത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പുതിയ ദൈവത്തിൻ്റെ വെളിപാടാണ്. എന്ന് വെച്ചാൽ ഈ ജീവിതം മാത്രമല്ല, ആധ്യാത്മികതയിലുള്ള എന്താണ്? വരാനിരിക്കുന്ന ജീവിതമുണ്ട്. ഈ ജീവിതം 2 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ഉള്ളത്. എന്താണ്? ഈ ജീവിതവും വരാനിരിക്കുന്ന ജീവിതവും. ഇത് രണ്ടിനും എന്താ വേണ്ടത്? വാഗ്ദാനമാണ് വേണ്ടത്. ഈ 2 വാഗ്ദാനം എവിടെയുണ്ട്? ആത്മീയത. ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആധ്യാത്മികതയിലുണ്ട്. അതുകൊണ്ട് ഓരോ വിഷയം ഇപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. കാനായിലെ കല്യാണത്തിൽ എന്താ സംഭവിക്കുന്നത്? കാനായിലെ കല്യാണത്തിൽ സംഭവിക്കുന്നത് അവർക്ക് വീഞ്ഞ് തീർന്നു പോകുന്നു. അതാണ് സംഭവം. വീഞ്ഞ് തീർന്നു പോകുന്ന അമ്മ ഇവിടെ വിജയിക്കണം. എന്താ സംഭവം എന്നറിയാവോ? പെട്ടെന്ന് ഈ വിഷയത്തെ ദൈവ തിരുസേനയിലേക്ക് ഉയർത്താൻ വിത്തിൻ നോ ടൈം, ഒരു സെക്കൻഡ് തോട്ടില്ലാതെ പ്രൈമറി ലൈറ്റ്നിങ് റഷിങ് വന്നതാണ് ഇതിൻ്റെ വിജയമെന്ന് പറയണത്. ഇത് പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത് എപ്പോഴാണ്? ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടറെ കണ്ട് അവിടെ നിന്നൊക്കെ തള്ളി വീടിന് കടം വന്ന് അതിന് ലോണൊക്കെ എടുക്കാൻ നോക്കി ബാങ്കുകാരെ തള്ളി മൊത്തം തള്ളം മേടിച്ച് കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ അടുത്ത് വരുന്നത്. ഇല്ലേ? ഇവിടെയാണ് പ്രോബ്ലം. നിങ്ങൾ പരാജയപ്പെടുന്നത് ഇവിടെയാണ്. കണ്ടവനൊക്കെ പിടിച്ച് കടുത്ത് തള്ളി കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ അടുത്ത് ഒടിഞ്ഞു മടങ്ങി വരേണ്ടത്. ദിസ് ഇസ് റോങ്. അമ്മ അങ്ങനെയല്ല. അവിടെയാണ് വിഷയം. അമ്മ അങ്ങനെ ഇതാണ്. അതായത് അമ്മയുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു കാര്യങ്ങളെ സമീപിക്കുന്ന രീതി കണ്ട ഇമ്മീഡിയറ്റ് റഷാണ്. ബൈബിള് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വേണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:11-5 വായിച്ചേ. വിശുദ്ധ ലൂക്കാ സുവിശേഷം 11:5. ശ്രുതികട്ടെ ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അവൻ അവരോട് പറഞ്ഞു. ഈശോ ഒരു കഥ പറയണതാണ്. നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. ലൂക്കാ 11:5. അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു എന്താ പറയണേ? സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ദാറ്റ് ഈസ് സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. അവിടെ എന്താ സംഭവം? വായ്പയാണ്. ഈ കാനായിലെ കല്യാണത്തിൽ വിഞ്ഞു തീർന്നു പോകുമ്പോഴേ വായ്പ എടുക്കാനുള്ള പൊസിഷനുണ്ട് അവിടെ. കാര്യം യഹൂദൻ ചെയ്യണ പരിപാടിയാണത്. പറഞ്ഞ മനസ്സിലായില്ലേ? പക്ഷെ അമ്മയുടെ തലയിൽ ഉടനെ ഈ ലോൺ കയറത്തില്ല. ഉടനെ ലോൺ എടുക്കണമെന്ന് സംഭവം കയറത്തില്ല. അത് ക്രിസ്തുവിൻ്റെ സ്ഥാനമാണെന്ന് അമ്മയ്ക്കറിയാം. ഇതിവിടെയാണ് പ്രോബ്ലം വരുന്നത്. നമ്മൾ തമ്മിൽ അമ്മയും തമ്മിലുള്ള പ്രോബ്ലം വരണം ഇവിടെ വെച്ചാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് അതെന്താണ്? ഈ 11:5 എന്താ സംഭവിക്കണത്? ഒരു എമർജൻസിയാണ് വരണത്. ഒരുത്തൻ്റെ വീട്ടിൽ രാത്രി വേറൊരു ഗസ്റ്റ് വരികയാണ്. വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷമാണ്. അവർ ഉറങ്ങിക്കഴിഞ്ഞാണ് ആ ഗസ്റ്റ് വരുന്നത്. കർത്താവ് ആ കഥ കൊണ്ടുവന്ന് ബ്രിമ്മിലിങ്ങനെ എഡ്ജിൽ നിർത്തിയിരിക്കുകയാണ്. കാര്യം വേറെ ഒരു പണിയും നടക്കാത്ത ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് നിൽക്കണത്. വേറെ ഒരു പണിയും വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇരുട്ടത്ത് കൊണ്ടുവന്ന് ആ വിഷയം നിർത്തുകയാണ്. ഇരുട്ടത്ത് നടക്കേണ്ട ഒരു കഥയാണത്, അല്ലേ? ഒരു അർദ്ധരാത്രിയാണ് നടക്കുന്നത്. അർദ്ധരാത്രി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില സമയത്ത് നമ്മൾ ഇരുട്ടിലായി പോകും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ് ഇരുട്ടെന്ന് പറയുന്നത്. എന്നിട്ട് ഇരുട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണ്. അപ്പോൾ ഒരു ഇരുട്ടിൽ ആകപ്പാട് ചുറ്റും ഇരുട്ട്. അപ്പോൾ ഒരു വിഷയം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. നമുക്കൊരു അത്യാവശ്യം ഡെവലപ്പ് ചെയ്ത് വരും. ഇപ്പം നിൻ്റെ അപ്പം തന്നെ രാത്രി നെഞ്ചുവേദന എന്ന് പറയണത് രാത്രി 2 മണിക്ക് ആയിരിക്കും. നമ്മളിതിരിട്ടായി.
നമ്മളെന്താ ചെയ്യണത്? ഉടനെ തടകി കൊടുക്കും ആദ്യം. അപ്പോഴും ഭാര്യ വിശ്വാസപ്രമാണം ചെല്ലത്തില്ല. തടകാനേ അറിയാൻ പറ്റത്തുള്ളൂ. ഫിസിക്കൽ ഇതവിടെ പ്രോബ്ലം. ഇതിനെ കഴിഞ്ഞാൽ ഒരു വിഷയം, ഇതിൻ്റെ ഒരു പ്രയോറിറ്റിയുടെ പ്രശ്നമുണ്ട്. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ആക്ഷൻ തന്നെ ദൈവികമായിരിക്കണം. നമ്മൾ മാതാവിലേക്ക് വളർന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട. ഇപ്പം നിങ്ങൾക്ക് ഭർത്താവ് 2 മണിക്ക് എഴുന്നേറ്റ് പറഞ്ഞു, ഇടി എനിക്കത് എൻജോയ് എടുക്കണമല്ലോ അടിയായിരുന്നു. അപ്പോൾ ഉടനെ നിങ്ങളെന്താ പറയണത്? ഗ്യാസായിരിക്കും. നിങ്ങൾക്കറിയാൻ കുഴപ്പമാണെന്നറിയാം. എന്നാലും നിങ്ങൾ ചുമ്മാ ആശ്വസിപ്പിക്കാൻ പറയും ഗ്യാസ്. മനുഷ്യൻ്റെ പൊളി വർത്താനം ആദ്യം പറയും, ദൈവവചനമല്ല പറയണത്. എന്താ പറയണത്? ഗ്യാസായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിട്ട് ചവിട്ടി തീരുമാനം തുടങ്ങും. എന്നിട്ട് ആരോടും പറയും, ഓട്ടോ വിളിക്കാൻ പറയും, അല്ലേ? ആ ഒരു പൊസിഷൻ, ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. കാര്യം വെച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ പറ്റുന്ന ഇതിന് ഗ്യാപ്പില്ലല്ലോ. അതായത് നമ്മളുടെ ഓരോ പ്രോബ്ലംസിനും മാനുഷികമായി പരിഹരിക്കാനുള്ള ഒരു ഉത്തേജനമാണ് നമുക്ക് പ്രൈമറി ആയിട്ട് ഒരു ഫിസിക്കൽ മനുഷ്യന് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഒരു വിഷയം വന്നാൽ അതിന് മാനുഷികമായി പരിഹരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്കുള്ളത്. ജഡിക മനുഷ്യൻ്റെ ഒരു അവസ്ഥ അതാണ്. ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ വിഷയം വേറെ നിങ്ങളൊരു വചനം വായിച്ചു കഴിഞ്ഞ്, അതായത് ഈ മത്തായിയുടെ സുവിശേഷം 25:9-10. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അതായത് അവിടെ എന്താണ്? ബുദ്ധിയുള്ള കന്യകമാരും വിവേകമുള്ള കന്യകമാരും വിവേകമില്ലാത്ത കന്യകമാരുമാണ്. ഇവിടെ എന്താണ്? ഇത് വീഞ്ഞ് തീർന്നു പോയ വിഷയം പോലെ ഒരു വിഷയമാണിത്. എന്താണ്? എണ്ണ തീർന്നു പോകും. മനസ്സിലായില്ലേ? ഇവിടെ എണ്ണ തീർന്നു പോവുകയാണ്. എണ്ണ തീർന്നു പോകുമ്പോൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഷൂട്ടപ്പ് ചെയ്യണ ആ രീതി എന്താണ്? വ്യാപാരികളുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളാൻ പറയും. അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയുടെ തലയിൽ ഈ സാധനം വരത്തില്ല. കാര്യം ഇവർ ഫുൾ ഓഫ് ഗ്രേസ് ആയത് കാരണം ഇങ്ങനെയുള്ള മുടന്തം പരിപാടിയൊന്നും വരത്തില്ല പെട്ടെന്ന്. ഇവിടെയാണ് വിഷയം. ഉടമ്പടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അമ്മയുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളറിയാതെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം പ്രൈമറി ഇപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫർ വന്നെന്ന് വിചാരിച്ചോ, ട്രാൻസ്ഫർ വരുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും, ഇത് ഈ വിദ്യാഭ്യാസ വകുപ്പല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഏരിയ സെക്രട്ടറിനെ പോയി കാണാമെന്നായിരിക്കും നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. അയാൾക്ക് വല്ല കൈ മണക്കം കൊടുത്തിട്ട് ട്രിവാൻഡ്രത്ത് എവിടെ ഇത് കൈകാര്യം ചെയ്യണം, ആ ഓഫീസിൽ പോയിട്ട് ഒരു 50,000 പിടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും സാധനം ഊരാ, എന്നിട്ടാണ് നിങ്ങൾ വന്ന് ഉടമ്പടി ചെയ്യണമെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? പ്രൈമറി നിങ്ങൾ വെച്ചിരിക്കുന്നത് ദൈവത്തിനല്ല, പിന്നെ എന്താണ്? പാർട്ടിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പാർട്ടി എന്ന് പറയുകയല്ല, എല്ലാ പാർട്ടികൾക്കും ഇതുപോലെയുള്ള സിനിമ സംവിധാനമുണ്ട്. ഫ്രീ ആയിട്ട് ചെയ്യുന്നവരുണ്ട്, പാർട്ടിക്ക് എന്തെങ്കിലും ഫണ്ട് വാങ്ങി ചെയ്യുന്നവരുണ്ട്. CPM മാത്രമല്ല, BJP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം ഇതിൻ്റെ അകത്തൊക്കെ ഒരു നടപടിക്രമങ്ങളുണ്ട്. പാർട്ടി ബേസ് ആണെങ്കിൽ നടപടിക്രമങ്ങളുണ്ട്. ഞാൻ പാർട്ടി ബേസ് എന്നാണ് പറഞ്ഞത്. ആ വിഷയം സെറ്റ് ചെയ്യുന്ന രീതികളാണ്. പക്ഷേ നിങ്ങളുടെ വിഷയത്തിൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും, ട്രാൻസ്ഫർ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, അവനുമായിട്ട് സംസാരിക്കാം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? മാനുഷികമായിട്ട് ഈ വിഷയം സെറ്റ് ചെയ്യാനാണ് ആദ്യമേ നമ്മുടെ തലയിൽ വരണത്. ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടിത് നിങ്ങൾ ആദ്യം ദൈവത്തിനല്ലല്ലോ ആശ്രയിച്ചത്. അവിടെയാണ് പ്രശ്നം. ആദ്യം നിങ്ങൾ ദൈവത്തിനല്ലല്ലോ ആശ്രയിച്ചത്. ഇപ്പോൾ അവരെന്താ പറയണത്? എണ്ണ തീർന്നു പോയി. എണ്ണ തീർന്നു പോയപ്പോൾ 25:9 മത്തായി സുവിശേഷം എന്താ പറയണത്? വ്യാപാരികളുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളാൻ. അത് നടക്കണ കാര്യമാണോ? ഈ രാത്രി 2 മണിക്ക് ഏത് വ്യാപാരി തുറക്കാനാണ്? ഒരു വ്യാപാരിയുടെ അവസ്ഥയല്ലേ പറഞ്ഞത്? ഞാനും കുഞ്ഞുങ്ങൾ കിടപ്പിലാണെന്നല്ലേ മറ്റേ വ്യാപാരി പറഞ്ഞത്. അപ്പം തീർന്നു അപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പത്തിൻ്റെ കടയിൽ പോയില്ലേ അയാൾ? നമ്മൾ ആദ്യം വായിച്ചില്ലേ 11:5 ലൂക്കാൻ്റെ സുവിശേഷം. അത് വ്യാപാരിയാണ്. ആ വ്യാപാരി എന്നെ സംബന്ധിച്ചാൽ അയാളുടെ രാത്രി ഉറക്കം തന്നെയല്ല, അയാളുടെ കുഞ്ഞുങ്ങളൊക്കെ അയാളുടെ പെട്ടിലേക്ക് ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. അയാളെങ്ങാനും പൊങ്ങി വന്നാൽ പിള്ളേരും കൂടെ പൊങ്ങും, പിള്ളേരിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ ഇത് നടക്കത്തില്ല. അയാൾ പറഞ്ഞ് നടക്കത്തില്ല. അപ്പം ഇല്ലപ്പോൾ പട്ടിണി കിടക്കാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റാൽ പിന്നെ അതുങ്ങൾ ഉറങ്ങുമ്പോൾ പിന്നെ ഒരു കാലമാകും, അതുകൊണ്ട് നടക്കത്തില്ലെന്നാണല്ലോ പറയണത്. ഇപ്പോൾ രാത്രി വിളിയും കാര്യങ്ങളൊക്കെ നടക്കത്തില്ല. ഇപ്പോഴും എന്താ പറയണത്? നിങ്ങൾ വ്യാപാരികളുടെ അടുത്തേക്ക് പോയി വാങ്ങാൻ, അതിൻ്റെ രാത്രിയാണ്. മാനുഷികമായ തീരുമാനങ്ങളിലൂടെ നിങ്ങളുടെ വിഷയം നിങ്ങൾ പരിഹരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ആത്മാവപ്പോഴ് രാത്രിയിലായിരിക്കും, പകലായിരിക്കത്തില്ല.
മറിയത്തിൻ്റെ ആത്മാവ് എപ്പോഴും പകൽ ആയിരിക്കും. എന്താ കാര്യം? ആദ്യത്തെ ഈ ഇടി തന്നെ, റഷ് തന്നെ യേശുവിൻ്റെ അടുത്തേക്കാണ്, വ്യാപാരികളുടെ അടുത്തേക്കല്ല. വിഞ്ഞ് തീർന്നു പോകുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് ഫസ്റ്റ്. അവിടെയാണ് മറിയം വിജയിക്കുന്നത്. കാര്യം ഇതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് വായ്പ വാങ്ങിച്ച് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് വിലക്ക് വാങ്ങിച്ച് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. ഈ രണ്ട് പ്രശ്നവും ബൈബിളിൽ പുതിയ നിയമത്തിൽ പരിഹരിക്കുന്നുണ്ട്. പക്ഷേ ആ മെത്തേഡുകളൊന്നും എടുക്കാതെ ഇമ്മീഡിയറ്റായിട്ട് അമ്മ യേശുവിൻ്റെ അടുത്ത് വന്നത് അവരമ്മയായതുകൊണ്ടും മറിയത്തിൻ യേശുവിൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവർ ഫുൾ ഓഫ് ഗ്രേസ് ആയതുകൊണ്ടാണ്. ദിസ് ഈസ് മൈ പോയിൻറ്റ്. അതാണ് നിങ്ങൾ കൃപയിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞാൽ, കൃപയിൽ അപ്പം നിങ്ങൾ ഓർക്കും, കൃപയിൽ നിലനിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. ഇപ്പം അമ്മയോട് എന്താ പറഞ്ഞത്? 1:28 എന്താ പറഞ്ഞത്? ലൂക്കാൻ്റെ സുവിശേഷം, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് യു. നിൻ്റെ കൂടെ പ്രസൻസ് എന്നാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ പ്രസൻസ്. ഈ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അമ്മയെപ്പോലെ പ്രസാദകരമായ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് റെഫറൻസ് ദൈവം വരും. അപ്പം നിങ്ങൾ ചോദിക്കും, പ്രസൻസ്, ദൈവത്തിൻ്റെ പ്രസൻസ്, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണം എന്താ? ഉടമ്പടിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ല, മറിച്ച് എന്താണ്? ദൈവത്തിൻ്റെ പ്രസൻസ്. അതാണ് സഞ്ചാരി മാതാവ് എന്ന് പറയണത്. സഞ്ചാരി മാതാവ് എന്ന് പറയത്തില്ല ആൾക്കാർ, അതാണ് കാര്യം. അതായത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. അവർക്ക് അവരുടെ കൂട്ടുകാരത്തി എപ്പോഴും പറയുന്നുണ്ട്, നിൻ്റെ വിഷയങ്ങളൊക്കെ തീരാൻ വേണ്ടി നീ ഉടമ്പടി എടുക്കുകയെന്ന് പറയും. കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ഈ കൂട്ടുകാരത്തി പറയണത് അത് എന്നാ അവർ കേട്ടിട്ടില്ല. കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, അതെന്താ, നമ്മൾ മാതാവിനോടല്ലേ പ്രാർത്ഥിക്കണത്, പിന്നെ എന്തിനാ അങ്ങനെ പറയണമെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കതിൻ്റെ അത് വലിയ വിശ്വാസമില്ലെന്ന് പറയും. എനിക്കതിൻ്റെ അത് വിശ്വാസമില്ല. പലരുടെയും പ്രശ്നം അതാണ്. ഈ വിശ്വാസമില്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവർ രാത്രി ഒരു സ്വപ്നം കാണും. സ്വപ്നത്തിൽ ഈ സിൽവർ ഗ്രേയിൽ മാതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഇവരോട് പ്രെയർ ചെയ്യാൻ പറയും. അപ്പോൾ ഇവൾക്ക് ഭയങ്കര, ഞാൻ മാതാവിനെ രാത്രി സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ പറയണേ, ഞാൻ ആരോട് പറയാനാണ്, എനിക്ക് ഭയങ്കര ചമ്മലാണ് ഇതൊക്കെ പറയാനെന്ന്. കാരണം ഇവരിങ്ങനെ ആത്മീയതയ്ക്ക് ആ പ്രാധാന്യമില്ല, അധികം കൊടുക്കാതെ ഇങ്ങനെ ലൗകികവും യുക്തിപരമൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സമീപിക്കുന്ന ഒരു രീതിയായത് കാരണം, അത് ആൾക്കാർക്ക് അറിയാവുന്ന കാരണം അങ്ങനെയുള്ള ഇവരുടെ കൂട്ടുകാരോട് മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയാൻ ഇവർക്ക് ചമ്മല. ഉടനെ കൂട്ടുകാരത്തോട് പറഞ്ഞ്, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. അപ്പോൾ ഉടനെ പറഞ്ഞ്, നീ ഒന്ന് ചിന്തിച്ചേ, എൻ്റെ ഉടമ്പടി തീരാൻ പോവുകയാണ് ഈ ദിവസങ്ങളിലെ. അപ്പോൾ രണ്ടുപേരും 2 കോണ്ടിനെൻ്റിലാണ് താമസിക്കുന്നത്, 2 രാജ്യങ്ങളിലാണ്. അപ്പോൾ അവരെന്താ പറയുന്നത്? എൻ്റെ ഉടമ്പടി തീരാൻ പോവുകയാണ്. എൻ്റെ ഉടമ്പടിയിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് കൃപാസനം മാതാവിൽ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ? നിനക്ക് കൃപാസനം മാതാവിൽ വിശ്വാസമുണ്ട്. എന്താ പ്രശ്നം? കൃപാസനം മാതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ, കൃപാസനത്തിൽ സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിൽ ചേർത്ത് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് പ്രത്യക്ഷപ്പെട്ട മാതാവാണ് കൃപാസന മാതാവ് എന്ന് പറയുന്നത്. ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഒരു പ്രാർത്ഥനാ പദ്ധതി ഉണ്ടാകണമെന്ന് 2015 മാതാവ് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന കിട്ടിയത്. ആ ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടാകണ എല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ്. അതുകൊണ്ട് ആൾക്കാർ പ്രാർത്ഥിക്കണത്, പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളം, എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. പക്ഷേ അത് പ്രാർത്ഥിച്ച് തുടങ്ങിയതൊന്നും ക്രിസ്ത്യൻസ് അല്ല, ഹിന്ദുസാണ് പ്രാർത്ഥിച്ച് തുടങ്ങിയത്. അമ്മ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ഇപ്പോൾ എല്ലാവരും അത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സാക്ഷ്യം പറഞ്ഞ പെരുമ്പാവൂരിലെ ഒരു ചേച്ചിയാണ്, ശ്രീകല ചേച്ചിയാണ് ആ സാക്ഷ്യം പറഞ്ഞത്. അത് മർമ്മമാണത് പ്രാർത്ഥനയുടെ. ആ മർമ്മത്തെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം വിവരം അറിയും. കാര്യം അവരിത് കറകളഞ്ഞങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പോയപ്പോൾ അമ്മ പറഞ്ഞതാണിത്, ഉടമ്പടിയല്ല പ്രശ്നം, പ്രത്യക്ഷീകരണമാണ്. ഉടമ്പടി ഒരു മാർഗമാണ്, ലക്ഷ്യം പ്രത്യക്ഷീകരണമാണ്. പ്രത്യക്ഷീകരണം അത് ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോടുകൂടി അവളുടെ കാര്യങ്ങളെല്ലാം പെട്ടപ്പെടാന്ന് മാറാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇതെന്ന് പറയുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി ഇവരിത് പ്രാർത്ഥിച്ചപ്പോൾ അത് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു മാതാവ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് വിചാരിക്കും ഇതൊക്കെ ചുമ്മാ പണ്ടൊക്കെ ഓരോ പുരാണ പുസ്തകങ്ങളിലൊക്കെ അതുപോലെ ബൈബിളിലൊക്കെ ഉള്ള സ്വപ്നത്തിലൊക്കെ ഇന്ന് ദൈവം സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം സ്വപ്നം ഇതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു സംഭവമുണ്ട്. അവരിവിടെ വന്നിട്ടില്ല, അപ്പോൾ അവർക്ക് ജോലിയില്ല, അവർക്ക് വയസ്സ് 52ആയി. അപ്പോഴവർ സ്വപ്നത്തിൽ ഒരു മുറി, എന്നിട്ട് ആ മുറി ഞാൻ മാത്രമേ നിൽക്കുന്നുള്ളൂ. മുറിയിൽ നിറച്ച ആൾക്കാരെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ബാക്ക് ഡോർ തുറന്ന് കിടക്കുകയാണ്, ഫ്രണ്ട് ഡോറിലും തുറന്ന് കിടക്കുകയാണ് ഈ മുറിയിലും. അത് ഞാൻ നിൽക്കുന്നുണ്ട്, ഞാൻ ആൾക്കാരെ കണ്ട് സംസാരിച്ചൊക്കെ എടുക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചൊക്കെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കയറി വരാൻ പറ്റുന്നില്ല. ഇവർ എൻ്റെ ഈ ബാക്ക് ഡോറിൽ കൂടെ കടന്നു വെച്ചും ഞാൻ അറിയാതെ എൻ്റെ ലോക്കയിൽ ഇങ്ങനെ പിടിക്കും. അച്ഛൻ പറഞ്ഞ് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് പറയും. അപ്പോൾ ഉടനെ ഞാൻ തിരിഞ്ഞ് ഇവരോട് പറയും നിൻ്റെ കാര്യത്തിൽ മാതാവ് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, പോയിക്കൊള്ളാൻ പറയും. അതാണ് സ്വപ്നം. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്നത് ഇവർ ഇത്രയും നാൾ പ്രതീക്ഷിച്ച ഒരു ജോലിക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ഇവരുടെ വിസ ഓക്കെയാണ്, UK വിസ ഓക്കെയാണ്. ഇവർക്ക് 52 വയസ്സുണ്ട്. പക്ഷേ ഇവർക്ക് IELTS തന്നെ പഠിക്കാൻ വലിയ പാടാണ്, നമുക്കറിയാമല്ലോ. എങ്കിലും ഇവർ ആൾ കയറിപ്പോയി. ഇപ്പോൾ പെട്ടെന്നാണ് സംഭവം. എത്രയോ 52 വയസ്സുള്ള ചേച്ചിക്ക് ആദ്യമായിട്ട് അവർ പോകുകയാണ് ഇംഗ്ലണ്ടിലെ. അതിനുവേണ്ടി ഭയങ്കരമായ തടസ്സങ്ങളാണ്. ഏജ് ഓവറായത് കാരണം, പിന്നെ സീനിയർ സിറ്റിസൻസിന് ഇവരെ ഒരു എന്താ നമ്മൾ BSc നേഴ്സിംഗ് അല്ലാത്ത പഠനമാണ്, നേഴ്സോ അതുപോലെ താഴെ എന്തോ പഠനമാണ്. പക്ഷേ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ജോലി സീനിയർ സിറ്റിസൻസിനാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആരോഗ്യം വേണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഏജ് കുറഞ്ഞിരിക്കണം, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടെങ്കിലും ഈ വിഷയങ്ങൾ അതുകൊണ്ട് ഇവർ എല്ലാ ഇൻ്റർവ്യൂവിനും പരാജയപ്പെട്ടു, പോകാൻ പറ്റാതെ ആ ഫയൽ ക്ലോസ് ചെയ്യാൻ പോയപ്പോഴാണ് ഇവർ പറയണത് അമ്മേ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമായില്ലേ എന്ന് പറഞ്ഞ് ഇവർ ഉടമ്പടി ചെയ്യുമ്പോഴാണ് ഈ സ്വപ്നം കാണുന്നത്. അപ്പോഴേ ഇന്ന് സ്വപ്നത്തിനൊരു പഞ്ഞമില്ല ശരിക്കും. എന്താ കാര്യം, എന്തുകൊണ്ടാണ് സ്വപ്നത്തിന് പഞ്ഞമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വപ്നം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. ദർശനങ്ങളുണ്ടാവും, ചിലപ്പോൾ സ്വപ്നങ്ങളുണ്ടാവും. ഇത് ശ്രദ്ധിക്കണം. ദൈവത്തിന് പറയാനുള്ള കാര്യമായിരിക്കും അത്. കാരണം നിങ്ങളുടെ പിതാക്കന്മാർ ഇപ്പം ജോയേൽ അപ്പം ജോയേൽ ഈ സഭ തന്നെ അഭിഷേകം പ്രാപിച്ച് രക്ഷാ സങ്കേതത്തിലേക്ക് കടക്കുന്ന മുമ്പ് പത്രോസ് തൻ്റെ പ്രസംഗത്തിന് വേണ്ടി പറയുന്നത് എന്താണ്? ജോയേലിൻ്റെ പ്രവചനങ്ങളാണ്. പ്രവചനങ്ങളിലെല്ലാം വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനം എന്താണ്? നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നം കാണുന്നതാണ്. ജോയേൽ 2:28 നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും. അപ്പോൾ 2 തരത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കും. സ്വപ്നത്തിലൂടെ സംസാരിക്കും, പിന്നെന്താണ്? ദർശനങ്ങളിലൂടെ സംസാരിക്കും. ദർശനം എന്നൊക്കെ പറയണത് നമ്മൾ സിനിമ കാണുന്ന പോലെ കാണും. ദർശനം കാണുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മളൊന്നും അറിയത്തില്ല, നമ്മൾ കണ്ടോണ്ടേ ഇരിക്കും ഈ സംഭവം. കഴിഞ്ഞ ആ സാക്ഷ്യം എന്താ, എപ്പോഴും ഞാൻ പറയുന്ന ഒരു സാക്ഷ്യമാണ്. അതായത് CRZ ബ്ലോക്കുള്ള ചേച്ചിയാണ്. CRZ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റൽ റെഗുലേഷൻ ആക്ട്. അവർക്ക് വീട് വെക്കാൻ അവിടെ പുഴയോരത്താണ് താമസിക്കുന്നത്. അത് ഉറഞ്ഞു പോയി, ഇനി അവിടെ വീട് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് വേറെ സ്ഥലമില്ല. അവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി, അവരുടെ അടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വീട് വെക്കുമ്പോൾ 1 മീറ്റർ 2 മീറ്റർ പുഴയോരത്തേക്ക് 20 മീറ്റർ വേണ്ടേ? 20 മീറ്റർ കഴിഞ്ഞല്ലേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അത് കയറി നിൽക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി 7 മാസമായിട്ട് കൊടുക്കത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറി 7 മാസമായിട്ട് കൊടുക്കത്തില്ല. കാര്യം എന്താണ്? CRZ ലംഘിച്ച് നിൽക്കുകയാണ്. കൊടുത്ത് ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താൽ അയാളുടെ ജോലി തെറിക്കും. അതുകൊണ്ട് അയാൾ ചെയ്യത്തില്ല. ആ കിട്ടത്തില്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ, വീടിന് നമ്പർ കിട്ടാത്തില്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ ഈ വലിയമ്മ വന്ന് സാക്ഷ്യം ചെയ്യും. വലിയമ്മ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഒരു ധാരണ വരും. എന്താ കാര്യം? ഇപ്പം നിങ്ങളല്ലേ, ഇപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിൽ തോന്നും ഈ ഉടമ്പടി തിരികൾ, പച്ചയും നീലയും തിരികൾ കൊണ്ടുപോയി
പുതിയ വീട്ടിൽ ഈ നിയമം ലംഘിച്ച് വെച്ചിരിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ച് വെക്കാൻ. ഉടനെ ചേർത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കത്തിച്ച് വെച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവർക്കുടനെ പച്ചപ്പൂക്കൾ അടർന്നു വീഴും. ദർശനമാണത്. പച്ചപ്പൂക്കൾ അടർന്നു വീഴും. അതവർക്ക് കാണാം, പച്ചപ്പൂക്കൾ അടർന്നു വീഴുന്നത്. അത് സ്വപ്നമല്ല, ദർശനമാണ്. ഇവർ പിറ്റേ ദിവസം വന്ന് നേരെ പഞ്ചായത്തിൽ പോയിട്ട് പറയും, സാറേ എന്ന് വിളിക്കണമെമ്പോൾ തന്നെ സെക്രട്ടറി പറയും, ചേർത്ത് ഇതേ നിങ്ങളുടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് പോയി കാണാൻ പറയും. ഇത്രയും സ്പീഡാണിത്. ആ സാക്ഷി നിങ്ങൾ എപ്പോഴും ഉടമ്പടി നിൽക്കുമ്പോൾ 2 സാക്ഷ്യമെങ്കിലും ഒരു ദിവസം കേൾക്കണം. 2 സാക്ഷ്യമെങ്കിലും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നിയമപരമായിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു വിഷയമാണിത്. പക്ഷേ നിയമപരമായിട്ട് കിട്ടാത്തതാണെങ്കിലും ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ദൈവം നടത്തുന്ന ദൈവമാണെന്ന് അറിയാൻ വേണ്ടിയാണ് പച്ചപ്പൂക്കൾ. പ്രതീകമാണ്. എന്താണ്? പച്ചപ്പൂക്കൾ ഇല്ലല്ലോ, പ്രകൃതിയിലില്ലല്ലോ. പ്രകൃതിയിൽ നീലപ്പൂക്കളും മഞ്ഞപ്പൂക്കളും ചുവപ്പ് പൂക്കളൊക്കെ അല്ലേ ഉള്ളൂ, വെള്ളപ്പൂക്കളേ ഉള്ളൂ. പച്ചപ്പൂക്കൾ കുറവായിരിക്കും, വളരെ 1% കാണത്തുള്ളൂ. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? നിയമപരമായിട്ട് സ്വാഭാവികമായിട്ട് ഈ സംഭവം നടക്കത്തില്ല. കാര്യം എന്താണ്? നിൻ്റെ നിയമം ലംഘിച്ച് എൻക്രോച്ച് ചെയ്ത് നിൽക്കുകയാണ്, ഗവൺമെൻറ് ഭൂമിയിലേക്ക് നിൽക്കുകയാണ്, അത് കിട്ടത്തില്ല. അതേസമയം സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് കിട്ടിയില്ലെങ്കിലും മെറിറ്റായിട്ട് കിട്ടത്തില്ല. പിന്നെന്താണ് കിട്ടുന്നത്? ഗ്രേസ് ആയിട്ട് കിട്ടും. മെറിറ്റായിട്ട് കിട്ടാത്ത കാര്യങ്ങൾ ഉടമ്പടി എപ്പോഴും നമ്മൾ എഫേസ്യസ് 2:8 എന്താ പറയണത്? നിങ്ങളുടെ യോഗ്യതയാലല്ല, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഇപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് 2 പവറിലാണ്. ഒന്നെന്താണ്? ബൈ മെറിറ്റ്. രണ്ടാമത്തെ എന്താണ്? ബൈ ഗ്രേസ്. അപ്പം നമ്മൾ ഈ ഉടമ്പടി എവിടെയാണ് ടാർഗറ്റ് ചെയ്യണത്? മെറിറ്റിലല്ല, ഗ്രേസിലാണ്. ഗ്രേസിൽ അതായത് വരപ്രസാദത്തിലാണ് നിങ്ങളത്. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു കാര്യം നടന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മെറിറ്റിൽ നടക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. നടക്കത്തേ ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു വിഷയം നടന്നില്ലെങ്കിലേ, ശ്രദ്ധിച്ച് അച്ഛൻ പറഞ്ഞ കേൾക്കണ്ട, അതായത് ഒരു വിഷയം നടന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം മെറിറ്റിൽ നടക്കത്തില്ലെന്നാണ്. നടക്കത്തേ ഇല്ലെന്നല്ല, ഗ്രേസിൽ നടക്കും. അതാണ് എഫേസ്യസ് 2:8. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റിലല്ലെങ്കിൽ നടക്കത്തില്ലെങ്കിലും ദൈവികമായി നടക്കും. അതെന്തുകൊണ്ടാണ്? ഗ്രേസ് കൊണ്ടാണ് നടക്കുന്നത്, കൃപ കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ അതുകൊണ്ട് കൃപയുണ്ടായാൽ നമുക്ക് 2-3 ഗുണങ്ങളാവുണ്ട്. ഒന്ന്, പ്രസൻസ് വരാൻ തുടങ്ങും. അതിലെ അമ്മയോട് പറയണത് 1 ലൂക്ക 1:28 എന്താ പറയണത്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ്. അതാണ് പ്രസൻസ് അവിടെ വരണത്. അതായത് പ്രസൻസ് ഓഫ് ഗോഡും ഗ്രേസ് ഓഫ് മൈൻഡും കോറിലേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റാണ്. എന്നുവെച്ചാൽ നമ്മുടെ പ്രസാദകരമായ അവസ്ഥ കൂടുന്ന അനുസരിച്ച് കൊണ്ട് എന്ത് കൂടും? പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. യു ഗോട്ട് ദ പോയിന്റ്. പിടിയോ? നമ്മുടെ പ്രസാദകരമായ അവസ്ഥ കൂടുന്ന അനുസരിച്ച് കൊണ്ട്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛാ അങ്ങനെയാണെങ്കിൽ ഇപ്പം അമ്മയോട് എന്താ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ അത് വാഗ്ദാനമാണ്. എന്താ വാഗ്ദാനം എന്ന് പറയണത്? നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഉടമ്പടി വാഗ്ദാനമാണ്. പുറപ്പാട് 33:14 എന്താണ് എന്ന് പറഞ്ഞ്? നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പം നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയണത് വാഗ്ദാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് അഷ്വർ ചെയ്തിരിക്കുന്നത് വാഗ്ദാന പ്രകാരമാണ്. അതുകൊണ്ടാണ് 1 തിമോത്തി 4:8 നമ്മൾ വായിച്ചത്, ആധ്യാത്മികത എല്ലാത്തിനേക്കാൾ വ്യത്യസ്തവും ഉയർന്നതുമാണ്. അത് ഈ ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും വരാൻ ഇരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും ഉൾക്കൊള്ളുന്നു. അപ്പം നമ്മളെ നിലനിർത്താനും വളരാനും അതിജീവിക്കാനും ദൈവം നമുക്ക് നൽകുന്നതാണ് വാഗ്ദാനം. ഭൗതിക വാഗ്ദാനമുണ്ട്, ആധ്യാത്മിക വാഗ്ദാനമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു വാഗ്ദാനമാണ് ദർശനം. ആ ചേർത്തി കണ്ടത് എന്താണ്? ദർശനമാണ്, പച്ചപ്പൂക്കളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നടക്കത്തില്ല, പക്ഷേ ഞാനിത് നടത്തും. ഇതാണ്
നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കൃപ കൊണ്ട് നടത്തും. പക്ഷേ കൃപയെ ആർജിക്കാൻ എന്താ മാർഗം? അത് വളരെ സിമ്പിളാണ്. കൃപ ആർജിക്കുമ്പോഴാണ് കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ. ഇപ്പം കൃപ നിറയുമ്പോഴാണ് പ്രസൻസ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണത്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായാൽ കൃപ നിറയണം. കൃപ നിറയാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉടമ്പടിയുടെ ഒരു എക്സസൈസിൻ്റെ ഭാഗമാണ്. പ്രഭാഷകൻ്റെ പ്രഭാഷണം വായിച്ച് പ്രഭാഷകൻ 7:35 വായിച്ചോളൂ. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്, അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. പ്രൈസ് ദി ലോർഡ്. അതാ സംഭവം. പ്രഭാഷകൻ 7:35 ഏറ്റു പറഞ്ഞ രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്, അത്തരം പ്രവൃത്തികൾ നിന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രിയങ്കരനാക്കും. അതെന്ത് സംഭവം എന്നറിയാവോ? ഇതുപോലെ കുറേ എക്സർസൈസുകൾ ഉടമ്പടിയിലുണ്ട് അല്ലേ? രോഗികളെ സന്ദർശിക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക അല്ലേ, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇതെല്ലാത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിന് പ്രിയങ്കരനാക്കണം അല്ലെങ്കിൽ പ്രിയങ്കരിയാക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിതുപോലെ പ്രസാദം പ്രിയങ്കരിയാക്കിയെന്ന പ്രസാദം നിറഞ്ഞ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇതുപോലെയുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ആ ഉടമ്പടിയിൽ 80% ചെയ്യണേ, ചൊല്ലുകയല്ല. അപ്പം നിങ്ങൾ വിചാരിക്കരുത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന 100 പ്രാവശ്യം ചൊല്ലി 500 പ്രാവശ്യം ചൊല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടത്തിമാരിവിടെ വരും. അവരെക്കൊണ്ട് സാക്ഷ്യം പ്രേരിപ്പിക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി അട്ടിമറിക്കാൻ പിശാച് ഉപയോഗിക്കുന്നതാണ് അവരെ. ജനവിരുദ്ധൻ്റെ കൈയടിക്കുക അതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ ഉടമ്പടി എന്ന് പറയുന്ന ദൈവിക പദ്ധതിയെ അവർ പിശാച് അവരിലൂടെ അട്ടിമറിക്കും. എന്താ? ഇത് ചൊല്ലുന്ന പ്രാർത്ഥന അല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ഇങ്ങനെ എന്താ പ്രിയങ്കരനാക്കുമ്പോൾ നമ്മൾ ആരായി മാറും? ദാസനോ ദാസിയോ ആയി മാറും. നോട്ട് മിയർ ഫെയ്ത്ത്ഫുൾ, വിശ്വാസിയല്ല. വിശ്വാസികളിൽ നിന്ന് മുകളിലോട്ട് വരും, റാങ്ക് മാറും. നമ്മുടെ റാങ്ക് മാറ്റം ഉണ്ടാകണം ഇതിൻ്റെ അകത്ത്. അതാണ് 12:18 മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:18. എന്താ സംഭവിക്കുന്നത്? പ്രിയങ്കരനാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം പ്രിയങ്കരൻ രോഗിയെ സന്ദർശിക്കുമ്പോൾ നീ പ്രിയങ്കരനാകുമെന്ന് പറഞ്ഞില്ലേ? പക്ഷേ പ്രിയങ്കരനാകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയണം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:18 ശ്രദ്ധിക്കട്ടെ. എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ട ഒന്ന് പറഞ്ഞ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച. അതായത് എനിക്ക് പ്രിയങ്കരനായ എന്റെ ദാസൻ. എന്താ സംഭവിക്കണത്? ഇവന്റെ മേൽ വായിച്ചോളൂ, എന്റെ ആത്മാവിനെ ഞാൻ അയക്കും. അതാണ് പ്രസൻസ്. ഈ പ്രസൻസ് ഉറപ്പുവരുത്തുന്നത് ഇങ്ങനെയാണ്. പിടികിട്ടിയോ? ഉടമ്പടി, നമുക്ക് ഉടമ്പടിയിലെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണത്. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നീ എവിടെ ചെന്നാലും കിട്ടും. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം വരുന്നത് ഈ വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട്. അത് എംബസി വരും, കോടതി വരും, പോലീസ് സ്റ്റേഷനിൽ വരും, അതിർത്തി തർക്കം ഉണ്ടാകുന്ന സ്ഥലത്ത് അളക്കാൻ നേരത്ത് അമ്മ വരും. എവിടെയാണ് നിനക്ക് വരേണ്ടത് അവിടെ എല്ലാം വന്നിരിക്കും. എല്ലാം ICUവിൽ വരും, വെൻറ്റിലേറ്ററിൽ വരും. ഈ കേൾക്കണ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഞെട്ടിപ്പോവും. കാര്യം ഒരിക്കലും ഞാൻ അച്ഛനായിട്ട് 36 കൊല്ലവും ശുശ്രൂഷ തുടങ്ങിയിട്ട് 38 കൊല്ലവുമായി. അച്ഛനായിട്ട് 36 കൊല്ലവും ശുശ്രൂഷ തുടങ്ങിയിട്ട് 38 കൊല്ലവുമായി. ഇതിനുള്ളിൽ 21 ലക്ഷത്തോ ആൾക്കാരെ കൗൺസിൽ ചെയ്തെന്നാണ് ഞാൻ എപ്പോഴും പറയണത്. പക്ഷേ എനിക്ക് എപ്പോഴും മനസ്സിലാകും. പക്ഷേ ഉടമ്പടിയിലേക്ക് അമ്മ വരുമ്പോൾ ഈ കഴിഞ്ഞകാല പ്രാർത്ഥനകളെല്ലാം ഒരു നിഴലായി പോവും. കാര്യം ഇതിൻ്റെ അകത്ത് അഷുറൻസ്, പ്രോമിസ്, വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിൻ്റെ കൂടെ വരിക എന്നുള്ളത്, സഞ്ചരിക്കുക എന്നുള്ളത്. ഇപ്പോഴെന്താ പറയണത്? അങ്ങനെ സഞ്ചരിക്കണത് ഒരു ഫിസിക്കലായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇക്വേഷൻസ്, ബിബ്ലിക്കൽ ഇക്വേഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ സാന്നിധ്യം സംലഭ്യമാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കാമെന്നാണ് പറയുന്നത്. ആ 3 പൂക്കളെ കാണിച്ചുകൊണ്ടുള്ള പ്രത്യക്ഷ മാതാവിന് സ്വപ്നവും അതുപോലെ തന്നെ അച്ഛനെ സ്വപ്നം കണ്ടെന്ന് പറയുന്നതും എല്ലാം നിൻ്റെ ഉടമ്പടിമേൽ ദൈവത്തിന് ഒരു പ്രസാദകരമായ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിൻ്റെ സൽപ്രവൃത്തികളെ ദൈവം
അംഗീകരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അതിലൂടെയാണല്ലോ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാന്നിധ്യം നമ്മൾക്ക് ഇപ്പം നിങ്ങൾ രോഗിയെ കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊണ്ട് കൊടുക്കുമ്പോഴും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോഴും അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ദൈവത്തിന് പ്രിയങ്കരമായി മാറുമ്പോൾ അതിൻ്റെ ഇഫക്റ്റായിട്ടാണ് ദൈവസാന്നിധ്യം നമുക്ക് ഉറപ്പ് വരുത്തുന്നത്. ഏതാ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ദാസൻ 12:18 മത്തായി ശ്രീകാട് സുവിശേഷം, എൻ്റെ ആത്മാവ് പ്രസാദത്തിൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. ഈ അയപ്പ് തന്നെയാണ് പുറപ്പാട് 33:14 വരുന്നത്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ, അതായത് ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയണത്. ഇത് തന്നെയാണ് നമ്മൾ ഈ ചേർത്ത് കണ്ടില്ലേ, പച്ചപ്പൂക്കൾ അവിടെ ആ വീട്ടിൽ കൊണ്ടുപോയി തിരികെത്തിച്ച് വെക്കാൻ അവർക്ക് തോന്നിയില്ലേ? പച്ചയും നീലയും തിരിയല്ലേ, ആ നമ്പർ കിട്ടാത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് പച്ചയും നീലയും തിരികൾ ഒരുമിച്ച് കത്തിച്ച് വെക്കാൻ അവർക്ക് തോന്നിയില്ലേ? അത് തോന്നണമെന്ന് പറയുമ്പോൾ അത് സാന്നിധ്യം തന്നെയാണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, വായ്പ വാങ്ങിക്കണോ വിലക്ക് വാങ്ങിക്കണോ എന്ന് നീ ചിന്തിക്കുമ്പോൾ എപ്പോഴും മനുഷ്യന് ഓപ്ഷൻ വരുമല്ലോ. ഒരു സംഭവം തീർന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ട വചനം കണ്ടില്ലേ, അതായത് അവർ ശ്രുതികട ശ്രുതികട അതായത് ലൂക്ക 11:5 അപ്പം വായ്പ ചോദിക്കുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 25:9 എന്താ ചോദിക്കുന്നത്, അത് എണ്ണ വിലക്ക് വാങ്ങിക്കുന്നു. അപ്പോഴേ ഓപ്ഷൻ വരുമ്പോൾ എന്താ പറയുക, നീ വലത്തോട്ടോ അതായത് വായ്പ വാങ്ങിക്കണോ, പിന്നെ എന്താണ് ഇടത്തോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്ക് വാങ്ങിക്കണോ. അതായത് ഒരു തീരുമാനം എടുക്കാൻ കൺഫ്യൂഷൻ വരുമ്പോൾ ഈ പ്രസൻസാണ് നമ്മളെ സഹായിക്കുന്നത്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, വായ്പ വാങ്ങിക്കണോ വിലക്ക് വാങ്ങിക്കണോ എന്ന് ചിന്തിക്കുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഐസയ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, പറഞ്ഞോളൂ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ പിന്നിൽ നിന്നുള്ള സ്വരം കേൾക്കുന്നതാണ് പ്രസാദപരത്തിൻ്റെ അവസ്ഥ. മനസ്സിലായില്ലേ? അമ്മയോട് പറയും, അമ്മ പിന്നിൽ നിന്നുള്ള സ്വരമാണ് കേട്ടത്. വലത്തോട്ട് തിരിഞ്ഞില്ലല്ലോ, വായ്പ വാങ്ങിക്കാൻ പോയില്ലല്ലോ, ഇടത്തോട്ട് തിരിഞ്ഞില്ലല്ലോ, വിലക്ക് വാങ്ങിക്കാൻ പോയില്ലല്ലോ. നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. എന്താണ്? ഇത് രണ്ടുമല്ല വഴി, ഇതാണ് വഴി. അതായത് 30:21 ഇതിലേ പോവുക. ഈ പിന്നിൽ നിന്നുള്ള സ്വരമാണ് ആ ചേടുത്ത് കേട്ടത്. എന്താ കേട്ടത്? നീ 2 തിരിയും കൊണ്ടുപോയി നമ്പർ കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കത്തിച്ച് വെക്കുക. എന്ത് ചെയ്യണമെന്ന് ഞാൻ അവിടെ വെച്ച് പറയാമെന്ന്. എല്ലാം അവിടെ വെച്ചാണ് പറയണത്. അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീണ പ്രാർത്ഥന 2 തിരിയും നീലത്തിരിയും പച്ചത്തിരിയും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പച്ചപ്പൂക്കൾ അടർന്നു വീഴും, ദർശനങ്ങളുണ്ടായി. നിങ്ങൾ അത് ജോയൽ 2:28. അതായത് ദൈവം എക്കാലവും ദൈവം പ്രവർത്തിക്കാൻ പറ്റുന്നത് ഏറ്റവും സൂക്ഷ്മമായിട്ട് ദൈവം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് ഉടമ്പടി ഫോർമാറ്റിലാണ്. അവിടെ ദൈവം എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കും. എന്താ കാര്യം? ഉടമ്പടി വാഗ്ദാനങ്ങളുടെ പ്രാർത്ഥനയാണ്. നീ ഇപ്പം എന്താ ചെയ്യണത്? ഉടമ്പടി ചെയ്യുകയാണ്, ദൈവവുമായിട്ട് കക്ഷി ചേർന്നിരിക്കുകയാണ്. അമ്മയുടെ വിജയം എന്താണ്? കാനായിലെ സംഭവത്തെ, വീഞ്ഞില്ലാത്ത സംഭവത്തെ, നാണക്കേട് വരുന്ന ഒരു വിഷയത്തെ, കുടുംബത്തിന് മാന്യത നഷ്ടപ്പെടുന്ന ഒരു വിഷയത്തെ അത് മാനുഷ്യമായി പരിഹരിക്കാതെ ഡയറക്റ്റ് ആ കുടുംബത്തെ ക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യുന്നതിലാണ് ഒരു മരിയൻ വിക്ടറി എന്ന് പറയണത്. അമ്മ അവിടെ ഇല്ലാതിരുന്നെങ്കിലേ കാണാമായിരുന്ന കളി എന്നാണ് യോഹന്നാൻ പറയണത്. എന്താണ്? കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവും ശിഷ്യന്മാരും കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, പ്രോട്ടോക്കോൾ അതല്ലല്ലോ. എന്തുകൊണ്ടാണ് യോഹന്നാൻ പ്രോട്ടോക്കോൾ ലംഘിച്ചത്? അങ്ങനെയല്ലല്ലോ അത് പറയേണ്ടത്. അതെന്താ പറയേണ്ടത്? അവിടെ കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, യേശു ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു, അമ്മ ക്ഷണിക്കപ്പെട്ടിരുന്നല്ല, അതിലെ പ്രോട്ടോക്കോൾ. എന്തുകൊണ്ടാണ് യോഹന്നാൻ പ്രോട്ടോക്കോൾ ലംഘിച്ചത്? ദൈവം അമ്മയുടെ കാര്യം വരുമ്പോൾ ദൈവം പ്രോട്ടോക്കോൾ ലംഘിച്ചതാണ്. എന്താ കാര്യം? ഈ വിഷയം മനുഷ്യൻ്റെ മാന്യതയ്ക്ക് ഭംഗം വരുന്നൊരു വിഷയം. ആ വിഷയം കൈകാര്യം ചെയ്യാൻ പരിശുദ്ധ അമ്മ യേശുവിനെ
ആ വിഷയത്തെ കൂട്ടിച്ചേർക്കാൻ അമ്മ തന്നെ അവിടെ ഉണ്ടാകണമെന്ന് നിശ്ചയിക്കുന്നത് ദൈവനിശ്ചയമാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എന്ത് നല്ല അമ്മ, എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അപ്പോൾ ഉണ്ടായിരിക്കട്ടെ. മനുഷ്യരാശിയുടെ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ പരാധീനതകളെയും പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവനിശ്ചയം പോലെ കാനായിലെ അവിടെ അമ്മയെ ക്ഷണിക്കണത് ദൈവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്താ കാര്യം വെച്ചാൽ ഈ വിഷയത്തിലൂടെയാണ് ഒരു വിഷയമുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിഷയം ഉണ്ടായാൽ ആ വിഷയം ക്രിസ്തു പരിഹരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ആ വിഷയം ആദ്യം ക്രിസ്തുവിൻ്റെ അടുത്താണ് നീ ലിങ്ക് ചെയ്യേണ്ടത്. മനസ്സിലായില്ലോ? എന്ത് വിഷയം ഉണ്ടായാലും ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ കാര്യമെല്ലാം ക്രിസ്തുവിൻ്റെതും ഭൗതിക കാര്യം ആരാണ്ട് പണ്ടാരങ്ങളുടെതുമായിട്ടാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യണത്. ദാറ്റ് ഇസ് റോങ്. ഈ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് ഈശോ പറയുമ്പോൾ പറയും നിങ്ങളുടെ പ്രയോറിറ്റി, യു മൈൻഡ് യുവർ പ്രയോറിറ്റി എന്ന് ഈശോ പറയും. എന്താ പറയുന്നത്? മൈൻഡ് ഇറ്റ്. എന്താ ഈശോ പറയണത്? എന്നെക്കാളുപരി ഭാര്യയെ ഭർത്താവിന് സ്നേഹിക്കുന്നവർ ഐ ഡോണ്ട് വാണ്ട് എന്താ പറയണത്? എനിക്ക് ആവശ്യമില്ലെന്ന രീതിയിൽ സംസാരിക്കണം. എന്താ കാര്യം? ഈശോന് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നീ ഭാര്യയെ സ്നേഹിക്കുന്നതുകൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈശോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിനക്ക് മനുഷ്യന് നീ പ്രാധാന്യം കൊടുത്താൽ ദൈവത്തിൻ്റെ കൃപ നിനക്ക് ഉള്ള കൃപ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീ മാറും. അല്ല, ദൈവം കൃപ തരത്തില്ലെന്നല്ല പറയണത്. തന്ന കൃപ അനുഭവിക്കാൻ പറ്റാത്ത വരും. അനുഗ്രഹത്തിനല്ല പഞ്ഞം, അനുഗ്രഹത്തിന് ഞാൻ എപ്പോഴും പറയും നിങ്ങളോട്, അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രോബ്ലം. യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തും കിട്ടുന്നതും കിട്ടാത്തതല്ല പ്രശ്നം. അത് പഠിച്ചവനും കിട്ടും, പ്രാർത്ഥിക്കുന്നവനും കിട്ടും, പ്രാർത്ഥിക്കാത്തവനും കിട്ടും അനുഗ്രഹം. പക്ഷേ അനുഗ്രഹം കിട്ടുന്നതല്ല പ്രശ്നം. അതല്ലേ നിരീശ്വരന്മാർക്ക് അനുഗ്രഹങ്ങൾ കിട്ടണില്ലേ? ഭൗതികമായ ആനുകൂല്യം കിട്ടണില്ലേ? അവർ പ്രാർത്ഥിച്ചിട്ടാണ് അതൊക്കെ ആ ഉദ്യോഗത്തിന് കയറ്റം മേടിക്കണത്. അവർക്ക് പ്രാർത്ഥിച്ചിട്ടാണ് അവർ PSC ടെസ്റ്റ് പാസ്സാകണത്, IIM-ലൊക്കെ പോണത്. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ആദ്യമേ തന്നെയുള്ള ജനറ്റിക്കൽ ബ്ലെസ്സിങ്സാണ്. സന്താന പുറ്റുള്ളവരെ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്മാർക്ക് കൊടുത്തിരിക്കണ ബേസിക് ബ്ലെസ്സിങ്സാണ്. ആ ബ്ലെസ്സിങ്സാണ് എല്ലാവർക്കും കിട്ടണത്. അത് പ്രാർത്ഥിക്കാതെയും കിട്ടും. പക്ഷെ അതല്ല പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? പ്രാർത്ഥിച്ച് കിട്ടുമ്പോൾ അത് നമ്മൾ അനുഭവിക്കണ്ടേ? എന്നാണ് പ്രശ്നം. അനുഗ്രഹത്തിന് എന്താ പഞ്ചം? അത് ആദ്യമേ കൊടുത്തിട്ടുണ്ട് ദൈവം. അത് നിരീശ്വരവാദി കൊടുത്തിട്ടുണ്ട്. വേണ്ട, ദുഷ്ടന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. 5:45 മത്തായി സുവിശേഷം എന്താ പറയുക? 5:45 എന്താ പറയണത്? ദുഷ്ടൻ്റെ മേൽ മഴ പെയ്യിപ്പിക്കും, ശിഷ്ടൻ്റെ മേൽ വെയിലുദിപ്പിക്കും. പിന്നെ എന്താ പ്രശ്നം? വെയിലും മഴയൊക്കെ കിട്ടുമല്ലോ, അനുഗ്രഹം കിട്ടുമല്ലോ. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അനുഭവിക്കാനുള്ള യോഗ്യത അത് ദൈവത്തിൽ നിന്നാണ്. അതാണ് വിശ്വാസിക്കുണ്ടാകുന്ന വ്യത്യാസം. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയും. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ അതിന് ക്രിസ്തുവിനെ കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് ഈ അനുഭവിക്കാനുള്ള യോഗ്യത വരുന്നത്. അതുകൊണ്ട് അമ്മ എന്താ ചെയ്യണത്? വീഞ്ഞ് ഉണ്ടാക്കുക തന്നെയല്ല, വീഞ്ഞ് എൻ്റെ ആ ഒരു വിഷയത്തിലേക്ക് യേശുവിനെ അമ്മ ലിങ്ക് ചെയ്യേൻ നിൻ്റെ ജീവിതത്തിലേക്ക്. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ ഉടമ്പടി കക്ഷിയാക്കുകയാണ്. ആ ഒരു വിഷയം ഇപ്പം നിനക്ക് ജോലിയില്ല, നിൻ്റെ PR കിട്ടണില്ല, നിൻ്റെ വീട്ടിൽ ഭർത്താവും ഭാര്യയും നിൻ്റെ മക്കളും ഭാര്യയും ഭർത്താവും പിരിയാൻ പോകുന്നു. നിൻ്റെ പ്രശ്നം അതാണ്. നിൻ്റെ വിഷയത്തിലേക്ക് എന്ത് ചെയ്യും? ഈശോ എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്യും? അമ്മ ഈ വിഷയത്തിലേക്ക് ഒരു സൈക്കോളജി കൗൺസിലിങ്ങിനല്ല വെക്കണത്. ഇന്നത്തെ സഭയുടെ ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾക്ക് പോലും ഭൗതികമായ പരിഹാരങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നുവരെ കണ്ട സഭയുടെ ഗതികേടെന്ന് പറയണത്. എന്ത് വിഷയം വന്നാലും ഭൗതികമായി, അത് ഭയങ്കര സങ്കടമാണ്. 10-40 കൊല്ലമൊക്കെ സഭയിൽ ജീവിച്ചിട്ട് ഓരോ സെമിനാറിനും ഓരോ ഇതൊക്കെ പോയി നമ്മൾ പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഭൗതിക പരിഹാരങ്ങൾക്ക് സഭയെപ്പോലും ഉപയോഗിക്കുന്ന രീതിയിൽ സാത്താൻ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്.
കാര്യം ഒരു രോഗിയായാലും എത്രയോ ഒരു രോഗി, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേടുത്തി ഒരു അപ്പച്ചൻ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഭയങ്കര സീരിയസാണ്, പ്രായമുണ്ട്. അപ്പന് ചീട്ട് കിട്ടിയിട്ടില്ല. ചീട്ട് കിട്ടാഞ്ഞത് ഓഫീസിൽ ഇവർക്ക് കൊടുക്കത്തില്ല ചീട്ട്. കാര്യം അവർ അന്ന് ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്തെങ്കിലും രേഖകളൊന്നുമില്ല. മകളും ഭർത്താവും തമ്മിൽ പിരിയാൻ പോകുന്നുവെന്നാണ് മകൾ അവിടെ പറയണത്. പക്ഷേ പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഭർത്താവും ഭാര്യയും വന്നിട്ടുണ്ട് ഇവിടെ. പിരിയാൻ പോകുന്നവർ എങ്ങനെയാണ് വരണത്? അപ്പം അതുകൊണ്ട് അവർ ചീട്ട് കൊടുത്തില്ല. അതുകൊണ്ട് അപ്പനാണെങ്കിൽ അപ്പനറിയാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ മൈൻഡ്, ഇവരുടെ തമ്മിലുള്ള മൈൻഡ് ശരിയല്ല. ഓഫീസിൽ ഇരിക്കുന്നവർക്ക് അതറിയാൻ ഗണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവർ ഭർത്താവും ഭാര്യ ഇവിടെ പിരിയാൻ പോകുന്ന ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പനെ അറിയാം ഇത് പിരിയും, ഒരു 2 ആഴ്ച കഴിയുമ്പോൾ പിരിയും, ഇത് അധികം നിൽക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് അപ്പന് ഇത് ചീട്ട് കിട്ടില്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റണില്ല. അപ്പോൾ എനിക്ക് അപ്പൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഞാനിവിടെ നല്ല തിരക്കായിരുന്നു. എങ്കിലും ഞാൻ അപ്പനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പാവപ്പെട്ടവൻ സിൻസിയറായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണത്. അപ്പം ഞാൻ ഉടനെ ഇവരെ വിളിച്ച് ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചു. പറഞ്ഞ് അവർ പിരിയാൻ പോകണച്ചാ, അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്നതാണ്. അപ്പോൾ ഞാൻ ആരാണ് പിരിയാൻ പോണത്? അത് എൻ്റെ മകൾ തന്നെ അച്ഛാന്ന് പറഞ്ഞു. അപ്പനെ അറിയാം, അവനെ അറിയാൻ പറ്റില്ലെങ്കിൽ അപ്പനെ അറിയാം. അപ്പോൾ ഞാൻ ഉടനെ മകളുണ്ടായിടെന്ന് പറഞ്ഞു അവളെ വിളിച്ച് കൈയോടെ വിളിച്ച്. അപ്പോൾ അവർ തമ്മിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള സെറ്റപ്പാണ്, അത് ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് മോശമാണ്. അപ്പോൾ അവൾക്കിത് പിരിഞ്ഞാലും ഒരു പ്രശ്നമില്ലെന്ന എന്തൊക്കെയാണ് അവിടെ തലയിരിക്കണമെന്ന് തോന്നുന്നത്. ഞാൻ അവരെ വിളിച്ചിട്ടേ അധികമൊന്നും പറഞ്ഞില്ല. ഞാൻ അമ്മയെ നോക്കി. കാര്യം നമുക്കത് പറയാനുള്ള ജ്ഞാനം വേണ്ടേ. അപ്പോൾ അമ്മ ഞാനല്ലല്ലോ സംസാരിക്കണം, ഞാൻ ചാടിക്കറി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഈ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും ദൈവികമായ കൗൺസിലിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മറ്റത് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. ഓരോരോ സംഭവത്തിനും ഓരോരോ മരുന്നെന്ന് പറഞ്ഞവർ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, ഏൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ആ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം ഇവിടെ അപ്ലിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഈ കേസ് അതായിരിക്കത്തില്ല, അതാണ് വിഷയം. പക്ഷേ ദൈവത്തിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷനുണ്ട്. മനുഷ്യന്മാരുടെ ശാസ്ത്രത്തിന് അപ്ഡേഷൻ ഇല്ലല്ലോ. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവുമായി സംയോജിപ്പിക്കുന്ന നമ്മളുടെ കൂടെ ഏകാത്മാവായി തീരുമ്പോഴേ 1 കൊറിന്ത്യൻസിൻ്റെ 2:16 ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? ഞങ്ങളാട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഈ വിഷയത്തിന് കർത്താവിൻ്റെ മനസ്സറിയാൻ പറയും. അതായത് അത് ആണ് 1 കൊറിന്ത്യൻസ് 2:16 വരണത്. മറ്റത് 7:13 വരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടുകൂടി ഏകാത്മാവായി തീരുന്നു. പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടും. ദൈവത്തിൻ്റെ അപ്ഡേഷൻ നമുക്ക് വെച്ചാൽ ദൈവത്തിൽ എന്താണ് ഈ വിഷയത്തിൽ ദൈവത്തിനെക്കുറിച്ച് ദൈവത്തിന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയണതല്ല ഇവിടുത്തെ പ്രശ്നം, മറിച്ച് ദൈവം അത് ഓൺ ചെയ്യും. നമ്മൾ പറയണത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പറയണത്, പക്ഷെ കേൾക്കുന്നവന് അഭിഷേകം കൊടുക്കും. പറയണതല്ല വിഷയം, കേൾക്കുന്നവരുടെ അഭിഷേകമാണ്. കേൾക്കുന്നവരുടെ അഭിഷേകം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറയും. 13 മത്തായി ശ്രീകാട് സുവിശേഷം 13:9 കേൾക്കാൻ ചെവി എന്ന് പറയണത് അതിനൊരു ശ്രവണാഭിഷേകം എന്ന് പറയും. നിങ്ങൾ വരുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രെയർ ചെയ്തുകൊണ്ട് വരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പറയണതല്ല പ്രശ്നം, നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ് സംഭവം. ഒറ്റ സിറ്റിങ് മതി, പല സിറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. മനുഷ്യന്മാരുടെ ശാസ്ത്രത്തിന് പല സിറ്റിങ് ആവശ്യമുണ്ടാകും. ഇതിന് ഒറ്റ സിറ്റിങ് മതി. എൻ്റെ അപ്ഡേഷനാണ്, ഏറ്റവും കറണ്ട് നോളജാണ് പാസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മകളെ ഒരു നിമിഷം, ഇതൊരു കൂദാശയായിട്ട് കുറഞ്ഞ പക്ഷം നീ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞ് അംഗീകരിക്കുന്നുണ്ട്. ദാറ്റ്സ് അപ്പോൾ പകുതി പ്രശ്നം തീർന്നു. അവിടെ വെച്ച് പകുതി പ്രശ്നം തീർന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം എന്താണ്? കൂദാശ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ്. ഇപ്പോൾ കാണപ്പെടുന്ന അടയാളത്തിലൂടെ എന്താ കിട്ടിയിരിക്കുന്നത്? കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ഒരു വിവാഹം കഴിക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട്, തനത് കൃപ. ഈ തനത് കൃപ പലപ്പോഴും എന്നെ പ്രശ്നം എന്താ അറിയാവോ? ഇത് ചിലരിലൊക്കെ ഇത് സബ്സിഡി ആയിട്ടാണ് വർക്ക് ചെയ്യണത്. അത് നമുക്ക് കാണുമ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്കൊരു പ്രോജക്റ്റ് ബാങ്കിൽ നിന്ന് നമ്മൾ ഗവൺമെൻറ് ലോൺ എടുക്കുന്ന, അപ്പോൾ 8 ലക്ഷം രൂപ അതിൽ 12 ലക്ഷം രൂപയാണ് നമുക്ക് ലോൺ തരണത്. 4 ലക്ഷം സബ്സിഡിയാണെന്ന് പറയും, ഇല്ലേ? അപ്പോൾ 4 ലക്ഷം സബ്സിഡിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആ സബ്സിഡി എടുത്ത് കയ്യിൽ തരുക? ഇല്ല. നിങ്ങൾ 8 ലക്ഷം മുടക്കുക,
അത് കഴിഞ്ഞ് 4 ലക്ഷം ഇവിടുന്ന് സബ്സിഡി തരുമെന്ന് പറയുന്നു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോഴാണ് കറസ്പോണ്ടിങ് ഗ്രേസ് കിട്ടുന്നത്. ക്രിസ്തു അങ്ങനെ പറഞ്ഞത് എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. 17:4 യോഹന്നാന്റെ സുവിശേഷം 17:4. അപ്പോൾ ദൈവ പൈതലെ, നീ ഭാര്യ ആയിരിക്കാം, നീ ഭർത്താവായിരിക്കാം, പക്ഷേ നിൻ്റെ സബ്സിഡി ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എപ്പോഴാണ് കിട്ടണം ഇത്? കാര്യം നീ കുഞ്ഞുനാൾ തൊട്ട് പറഞ്ഞാൽ എന്താണ്? കർത്താവ് മദ്യപാനി അല്ലാത്ത ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് തരണമെന്ന് 4ാം ക്ലാസ് തൊട്ട് പ്രാർത്ഥിക്കണതാണ്. പക്ഷെ കിട്ടിയത് ചക്കമാടനാണ് കിട്ടിയിരിക്കണത്. അപ്പോൾ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സിഡി ഇപ്പം കിട്ടിയിട്ടില്ല. പുള്ളിക്കാരൻ്റെ സംശയമൊക്കെ ഉണ്ട്. നീ ഉടമ്പടി എടുത്തതാണ്, ആകെ ഒരു മാറ്റമില്ല. അപ്പോൾ ഞാൻ നിന്നോട് പറയും അത് പുതുക്കാൻ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നിന്നോട് ഞാൻ പറയും നീ അത് പോയി പ്രസാദവനം വരട്ടെ, നീ ആ രോഗികളെ പോയി കാണും. ഞാൻ തന്നെ രോഗിയാണ്, ഞാൻ തന്നെ വീട്ടിൽ രോഗിനെ പോയി ജീവിക്കുമ്പോൾ ഇനി ഏത് രോഗിനെ പോയി കാണാനാണ്? ഞാൻ പോയി പോമകളെ പോയി കാണ്, കർത്താവിനെ വിളിച്ച് പോയി കാണ്. എന്തിനാണ്? ഇവളുടെ പ്രസാദവര ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യണ പാടാണ് ഇത്. കാര്യം അത് നമുക്ക് ഇതിൻ്റെ തൊള്ളാണല്ല. ഈ പ്രസാദം വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവം ചെയ്യണ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് കാര്യം നമുക്ക് മനസ്സിലാകാത്തൊരു വിഷയമുണ്ട്. ഞാനീ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പിന്നീട് മനസ്സിലാവുമെന്ന് പറയത്തില്ലേ? അപ്പോൾ മനസ്സിലാക്കലിന് 2 വിഷയമുണ്ട്. 10 ദിവസത്തിൻ്റെ കാല് കഴുകത്തില്ലേ കർത്താവ്? അപ്പോൾ 13:7 എന്താ പറയണത്? എൻ്റെ കാല് കഴുകണ്ടെന്നല്ലേ അയാൾ പറയണത്. അപ്പോൾ കർത്താവ് എന്താ പറയണത്? ഞാനീ ചെയ്തത് എന്താണെന്ന് ഇപ്പം മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവും. അപ്പോൾ പിന്നീട് മനസ്സിലാക്കാൻ പോണ കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കുന്നതാണ് ഈ പ്രസാദപരമെന്ന് പറയണത്. കുറച്ച് മനസ്സിലായ? ഈ ഭർത്താക്കന്മാർ ഭാര്യമാർ കാണിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കിപ്പം മനസ്സിലാവത്തില്ല, പക്ഷേ അത് പിന്നീടാണ് അത് അതിൻ്റെ കൃപ മനസ്സിലാകണത്. ആ പിന്നീട് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കി തരുന്നതിനൊരു അഭിഷേകമുണ്ട്. മനസ്സിലായില്ലേ? അത് ആണ് ഈ ദൈവവുമായിട്ട് ഐക്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്, പ്രസാദവരം വർദ്ധിപ്പിക്കുക ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ മോളെ, നീ ഈ പ്രോജക്റ്റ് എടുക്കുക. ഏതായാലും ഇത്രയും വരെ എടുത്തല്ല, ഇനി കുറച്ചുകൂടി എടുക്കണം. ഇതിൻ്റെ സബ്സിഡി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓൺലൈനിൽ തന്നെ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് കിട്ടും. അത് ചിലപ്പോൾ കിട്ടണതിൻ്റെ മക്കളുടെ വളർച്ച കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഏതെങ്കിലും അക്കൗണ്ടിലേക്കാണ് വരണത്. ഇന്ന അക്കൗണ്ടിൽ തന്നെ വരണം നിർബന്ധമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നിൻ്റെ കണ്ണീരിൻ്റെ ബലം. ഇപ്പോൾ മോനിക്കയുടെ കണ്ണീരിൻ്റെ സബ്സിഡി കിട്ടിയ ആർക്കാണ്? അഗസ്റ്റിനല്ലേ കിട്ടിയത്? അയാൾ മെത്രാനായില്ലേ? ദൈവം ഏത് അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇന്ന അക്കൗണ്ടിൽ തന്നെ തരണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആത്മീയതയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം മോനിക്ക നിക്ഷേപിച്ചു, അവൾക്ക് കിട്ടിയ സബ്സിഡി, കണ്ണീരിട്ട സബ്സിഡി അവൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. വിശുദ്ധ മോനിക്കയുടെ ഭർത്താവ് തോന്നിവാസിയായ ജീവിതം ജീവിച്ച ആളാണ്. പിന്നെ മകനും അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. പക്ഷേ എങ്കിലും ഇതിൻ്റെ നിന്ന് മാറാതെ ഇതിൻ്റെ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ സബ്സിഡി വരും. സബ്സിഡി വരുന്നത് പറഞ്ഞത് 1.5 സബ്സിഡിയാണ്. എന്താ വന്നത്? ഇയാൾ അവസാനം മെത്രാനാകും, പിന്നീട് ആരാകും? സഭാപാരംഗതനാകും, പിന്നീട് ആരാകും? വിശുദ്ധനാകും. അപ്പം ചില സബ്സിഡി ഇപ്പം നമ്മുടെ അക്കൗണ്ടിലോട്ട് വരത്തില്ല. ഇതൊരു ഒരു പ്രത്യാശയുടെ ജീവിതമാണ്. വാഗ്ദാനങ്ങൾ എപ്പോഴും കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തന്നെ ചില പ്രാർത്ഥനയുടെ ഉത്തരം ഇപ്പം കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും കിട്ടത്തില്ലെന്നല്ല. ആത്മീയത എന്ന് പറയുന്നത് 1 തിമോത്തി 4:8 അത് ഈ ജീവിതത്തിൻ്റെയും വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെയും വാഗ്ദാനങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ ദൈവവചനം ഈ മകളെ നിനക്കിപ്പോൾ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത ചിലപ്പോൾ സ്നേഹം കിട്ടുന്നില്ലായിരിക്കും. അയാളെക്കാൾ ബെറ്റർ ആയിരിക്കും ചിലപ്പോൾ നിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്ന മറ്റു പുരുഷന്മാർ. കറക്റ്റാണത്. അയാളെക്കാൾ ബെറ്റർ ആണല്ലോ. അതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ കുരിശെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭർത്താവിനേക്കാൾ കരുതലുള്ളവരും സ്നേഹമുള്ളവരുമാണ് നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യുന്ന മറ്റ് സാർമാരും. അവർ നമ്മുടെ ഭർത്താവല്ല, പക്ഷെ നമ്മുടെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ കുരിശ്. അതാണ് നമ്മുടെ പ്രശ്നം. ഈ പ്രശ്നത്തെ എങ്ങനെ പ്രസാദപരമാക്കാൻ പറ്റും? ഇത് നിനക്ക് വേണമെങ്കിൽ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കാം. എന്നിട്ട് നിനക്ക് താൽക്കാലികമായ സ്നേഹം തരുന്ന ആൾക്കാരോട് വിശ്വസ്തത കാണിക്കാം. അപ്പോൾ എന്നാ പറ്റണത്? അപ്പോൾ 1 കൊറിന്ത്യൻസ് 15:19 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. പറഞ്ഞേ,
വേണ്ടി മാത്രമാണ്. നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ നിങ്ങള് എല്ലാ മനുഷ്യരെക്കാളും ഹതഭാഗ്യരാണ്. അപ്പൊ ആദ്യം ഹതഭാഗ്യം ഉണ്ടാകാം, അവസാനം ഹതഭാഗ്യം ഉണ്ടാകാം. നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഏതാണ് വേണ്ടതെന്ന്. മനസ്സിലായില്ലേ? 1 കൊരിന്ത്യർ 15:19 ആ വചനം പറഞ്ഞ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും ഹതഭാഗ്യരാണ്. അപ്പൊ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വരാനിരിക്കുന്ന ജീവിതത്തിൽ. അതായത് 1 തിമോത്തി 4:8 ആത്മീയത എന്ന് പറയുന്നത് അത് വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എന്തിൻ്റെ വാഗ്ദാനമാണ്? ഈ ജീവിതത്തെക്കുറിച്ച് വാഗ്ദാനമുണ്ട്. പിന്നെ എന്താണ്? വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് വാഗ്ദാനമുണ്ട്. നിന്റെ ഭർത്താവ് നീ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടണില്ല. ഏത് അപ്പന്മാർക്കാണ്, ഏത് മക്കൾക്കാണ് പൂർണ്ണമായിട്ട് അപ്പന്മാരുടെ സ്നേഹവും അതുപോലെ തന്നെ അമ്മമാരുടെ സ്നേഹവും കിട്ടിയിരിക്കുന്നത്? നമ്മളൊരു തടിതിരിഞ്ഞ് വരുമ്പോൾ, ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ തന്നെ അപ്പം മരിച്ചുപോയി. അപ്പോൾ നല്ല ബുദ്ധിമാനായ മനുഷ്യനും പാവപ്പെട്ടവനായിരുന്നു. കഷ്ടപ്പാട് കൊണ്ട് ജോലി ചെയ്ത് അവസാനം വരെ ജോലി ചെയ്ത ഒരാളാണ്. പക്ഷേ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. ഈ ജീവിതത്തിൽ പൂർണ്ണത ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അപ്പനെ ഓർത്ത് എപ്പോഴും കുർബാന ചെയ്യുമ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കും, അപ്പന് ഏതായിരുന്നു നല്ലത്? അന്ന് ഞാൻ സ്നേഹം കൊടുത്തിരുന്നതാണോ നല്ലത്, അതാ ഇപ്പം അപ്പനെ ആത്മാവിൽ ഓർക്കുന്നതാണോ നല്ലത്? ഭാഗധേയം, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പന് ഏതാണ് നല്ലത്? 15 വയസ്സിൽ എനിക്ക് കാര്യങ്ങൾ അറിയാൻ പറഞ്ഞ കാലത്ത് ഞാൻ അപ്പനെ സ്നേഹിച്ചിരുന്നായിരുന്നു അപ്പന് നല്ലത്, അതോ അന്ന് എനിക്ക് അപ്പം മരിച്ചതിന് ശേഷം ഇന്ന് ഞാൻ അപ്പനെ ഓർത്ത് അപ്പന് വേണ്ടി പ്രാർത്ഥിച്ച്? കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മയെ നേരെ കണ്ട ആളാണ്. 2 പ്രാവശ്യം ഇവിടെ വെച്ച്, ഈജിപ്തിൽ വെച്ചും. ഇത് അമ്മ എൻ്റെ വായിൽ കൈയിട്ടതാണ്. ഞാൻ അമ്മയുടെ കാലിൽ പിടിച്ചതാണ് ശരിക്കും. അതിനുശേഷം ഈ പ്രസംഗമൊക്കെ നല്ലതാകാൻ തുടങ്ങിയത്. അത് 2010 സംഭവിച്ചൊരു വിഷയമാണ്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, അതായത് ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ നേരിട്ട് കണ്ട് എന്താണ് പുനരുദ്ധാനം, മരിച്ചു കഴിഞ്ഞുള്ളവരുടെ ജീവിതം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ ഒന്ന് ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങൾ ചോദിക്കണത്. അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ജീവിക്കുന്ന കർത്താവിന് തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവജനത്തോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച മനുഷ്യമായ സ്നേഹമോ സന്ധിപ്പോ ആണോ വലുത്? നിത്യത ലഭിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ സമാശ്വാസമാണോ വലുത്? ഏതാണ് വലുത്? ദൈവത്തിൻ്റെ സമാശ്വാസം. അതുകൊണ്ടാണ് ഭാഗധേയം എന്ന് പറയണത്. എന്താ ഭാഗധേയം എന്ന് പറയുന്നത്? എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണ്. അപ്പം ഈ ഹതഭാഗ്യം എന്ന് പറയുന്ന സംഭവം ആദ്യം വേണം അവസാനം വേണം തീരുമാനിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? 1 കൊരിന്ത്യർ 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മതങ്ങളുമുള്ളവരെ 15 പേര് എന്താ ചെയ്യണത്? ഈ ജീവിതത്തിന് വേണ്ടിയാണ് അവരുടെ ദൈവസങ്കല്പങ്ങളൊക്കെ ആശ്രയിക്കുന്നത്. പക്ഷേ വെൻ വി കം ടു ജീസസ്, നമ്മൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിക്കുന്നത് എന്തിനാണ്? ഈ ജീവിതത്തിന് വേണ്ടിയും വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടിയും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ നിങ്ങൾക്ക് കുറഞ്ഞു പോയെന്ന് തോന്നിയാൽ കർത്താവ് പറയുന്നൊരു വാക്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. എന്താണ്? എന്തെങ്കിലും കുറവ് വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നു കൊള്ളാമെന്ന്. 10:35 ഒരു വാക്കറിയാവോ? അത് എന്താണത്? സമറിയയുടെ കഥ പറയുമ്പോൾ കർത്താവ് പറയണതാണ്. നിത്യജീവൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് പറയുന്ന വാക്കാണ്. നിത്യജീവനെ മുൻനിർത്തിക്കൊണ്ടാണ് പറയണത്. എന്തെങ്കിലും അവിടെ തിരിച്ചു വരാൻ പോണത് ആരാണ്? ഐ വിൽ കം ബാക്ക് എന്ന് പറഞ്ഞത് ആരാണ്? ലോകരാശിയോട് ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞത് ആരാണ്? കർത്താവാണ് പറഞ്ഞത്. മാറാനാഥ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലേ ആദിമസഭ ശ്വസിച്ചുകൊണ്ടിരുന്നത്. മാറാനാഥ മാറാനാഥ, കർത്താവേ വരണമേ, കർത്താവേ വരണമേ. നമ്മൾ കർത്താവിന് വരവ് നോക്കി പാർക്കുന്നവരാണെങ്കിൽ അവൻ വരണേ എന്തിനാണ് വരണത്? ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു. അപ്പോൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിക്കുന്നവനെ നിത്യത അവൻ്റെ ഒരു കണ്ണ് വെച്ചിരിക്കുന്ന സ്ഥലമാണത്. ഇവിടെ എന്തെങ്കിലും കുറഞ്ഞു വന്നാൽ 10:35 വർക്കൗട്ട് ചെയ്യും. എന്താണ്? സമരക്കാരനെ